हरे कृष्णा सर्वम कृष्ण अर्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा പവനപുരേശൻ की जय। ഓം ശ്രീ മാത്രേ നമഃ। ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ. വേറെ എന്താണ് വിശേഷം? എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. മുരളീധരൻ അത്തം ഇന്നലെ ഞാൻ കൊടുത്തിരുന്നല്ലോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയില്. പായസമല്ല, ആരാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നുള്ളത് ഇപ്പൊ ലൈവില്? ഞാൻ ശ്രദ്ധിച്ചില്ല. ആരും ഒരാളുണ്ടല്ലോ. മഞ്ജരീസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിന്ന് ആരാ ലൈവിലുള്ളത്? ഇത് പറഞ്ഞുതരാം. ആരാ ഉള്ളത്? ആരുമില്ലേ എക്സിക്യൂട്ടീവ് കമ്മിറ്റിന്ന്? രേഖാമ്മ, പ്രസന്നാമ്മ, എല്ലാവരും എവിടെ? ഷൈനിയമ്മ, അമർ, സിനി മാതാജി, അശ്വിനി മാതാജി. രേഖാമ്മ, ഞാൻ ഇന്നലെ നമ്മുടെ MECയിൽ ഇട്ടിട്ടില്ലായിരുന്നോ നമ്മുടെ മുരളീധരൻ അത്തം? അത് ആഡ് ആയില്ലേ? അപ്പം വടകുറുമ്പക്കാവിലേക്കുള്ള ഒരാളുടെ പേര് പോലും വിട്ടുപോകരുത് കേട്ടോ. കാരണം നമ്മളത് അങ്ങനെ പേര് എഴുതി അവർ തന്നിരിക്കുന്ന കോൺട്രിബ്യൂഷൻ എഴുതിയിട്ടാണ് അവിടെ തൃപ്പടിയിൽ വെക്കുന്നത്. അപ്പൊ അത് ഓരോന്നും ഓരോ പ്രാർത്ഥനകളാണ്. അപ്പൊ അത് വിട്ടുപോകാൻ പാടില്ല. അപ്പൊ അത് മുരളീധരൻ അത്തം എന്നുള്ളത് ഗ്രൂപ്പിൽ ഇത് എഴുതുന്ന ഗ്രൂപ്പിൽ എഡിറ്റ് ചെയ്തിട്ട് അത് ചെയ്തിട്ട് ഫൈനൽ പോസ്റ്റ് ഇടുക കേട്ടോ. ഇപ്പൊ തന്നെ ചെയ്യാൻ പറയൂ അമ്മ. അത് വിട്ടുപോലെ, ഒരാളുടെ പേര് പോലും വിട്ടുപോകരുത്. ഇത് പായസമല്ല, ഇത് എല്ലാ എന്താ പറയാ, ഡ്രൈ ഫ്രൂട്ട്സും തലേ ദിവസം നമസ്തേ ഓക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് പാല് തിളപ്പിച്ചിട്ട് അതിൽ പഴം ഇട്ടിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് അടിച്ചിട്ട് അത് പിന്നെ നോക്കൂ, എന്നിട്ട് അത് ആഡ് ചെയ്യൂ കേട്ടോ. പിന്നെ ഇനിയിപ്പം ഇന്ന് രാത്രി ക്ലാസ് ഉണ്ട് 8:30-ക്ക്. മാക്സിമം നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ക്ലാസ് എടുക്കാം. എടുത്തിട്ട് നമസ്തേ ക്ലാസ് എടുത്തിട്ട് അത് മാക്സിമം ഷെയർ ചെയ്യണം. യൂട്യൂബിലൂടെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ മഞ്ജരീസ് അടിച്ചാൽ തന്നെ നമ്മളുടെ ക്ലാസ്സുകൾ ഹിന്ദുയിസത്തിൽ പോസ്റ്റ് ആവുന്നുണ്ട്. അതിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇന്ന് ഷഷ്ടിയാണ്. അപ്പോൾ ഷഷ്ടി വ്രതം എടുക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം. ഞാൻ അധികം എടുക്കാറില്ല, ഉള്ളത് പറയണമല്ലോ. എല്ലാ വ്രതവും കൂടെ നമുക്ക് സാധിക്കില്ല. സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഷഷ്ടിവ്രതം നല്ലതാണ്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏകാദശി എടുക്കുമ്പോൾ പിന്നെ മറ്റ് വ്രതങ്ങളൊന്നും വലിയ തോതിൽ എടുക്കണം എന്നില്ല. എങ്കിലും താല്പര്യമുള്ളവർക്ക് എടുക്കാം. കാരണം വ്രതാനുഷ്ഠാനങ്ങൾ എത്രത്തോളം എടുക്കുന്നുവോ അത്രത്തോളം മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഒരു സൗഖ്യം അത് നമ്മൾക്ക് ലഭിക്കും. അപ്പൊ അതുകൊണ്ട് വ്രതാനുഷ്ഠാനങ്ങൾ മുടക്കേണ്ട കാര്യമില്ല. എത്രത്തോളം എടുക്കാൻ സാധിക്കുമോ അത്രത്തോളം എടുക്കാം. കഴിയുന്നതും ഏകാദശി മാത്രം കമ്പൽസറി ആയിട്ട് നിർജ്ജലം പറയുന്നത് എടുക്കാൻ സാധിച്ചാൽ എടുക്കാം. അതർവൈസ് നിങ്ങൾക്ക് അരിയാഹാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കാം കേട്ടോ. നാളെയല്ല അമ്മ എത്തുന്നത് രക്മ മാതാജി. ഞാൻ 31-ാം തീയതി എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് കയറിയിട്ട് 1-ാം തീയതിയാണ് ഞാൻ അവിടെ എത്തുന്നത്. ഇല്ല ഷിബാമ്മ, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. 1-ാം തീയതി രാവിലെയാണ് എത്തുന്നത് അവിടുത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് 2-ാം തീയതിയാണ് ഗുരുവായൂരുണ്ടാവുന്നത്. കുറച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ് ഒന്ന് മാറ്റേണ്ടി വന്നു, ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നലെ നമ്മൾ എടുത്ത ശ്ലോകം എന്ന് പറയുന്നത് 30-ാമത്തെ ശ്ലോകമാണ്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഒരു എന്താ പറയാ, നരസിംഹപുരാണം എല്ലാവരും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നരസിംഹപുരാണത്തിൽ പറയുന്നുണ്ട്, ഭഗവതീച്ച ഹരാവനന്യചേ വൃഷമലിനോബി വിരാജതേ മനുഷ്യ നഹി ശശകലുഷഭിതി കഥാജിത് തിമിര പരാഭവ മുച്ചൈതി ചന്ദ്രഹ എന്ന് പറയുന്നുണ്ട് നരസിംഹപുരാണത്തിൽ. അതായത് ഒരു ഭക്തൻ എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ഭക്തൻ ഭക്തിയിൽ ഉറച്ചു നിന്നിട്ട് അവന് ലൈഫിൽ ഒരു തെറ്റ് പറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും നമ്മൾ അടച്ചാക്ഷേപിക്കരുത് ആ ഭക്തനെ. കാരണം എന്താണ്? തെറ്റുകൾ സ്വാഭാവികം, അത് ആർക്കും സംഭവിക്കാം. പക്ഷെ ആ തെറ്റിൽ തന്നെ നിന്നുകൊണ്ട് അത് തിരുത്താതെ വരുമ്പോഴാണ് നമ്മൾ ഭക്തിയിൽ നിന്ന് പുറത്തു പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകൾക്ക് ഭഗവാൻ മാപ്പ് തരാൻ റെഡിയാണ്, നമ്മൾ അത് ശരിയാക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണല്ലോ നമ്മുടെ എന്താ പറയാ
ഭഗവാൻ ഒരുപാട് പേര് തെറ്റ് ചെയ്തപ്പോഴും ഒത്തിരി ഭഗവാൻ ഇങ്ങനെ ക്ഷമിക്കുന്നുണ്ട് ഇല്ലേ? നമ്മളെ പോലെയുള്ളവരാണെങ്കിൽ പോലും ഈ ജന്മം എടുക്കാൻ കാരണം എന്താണ്? നമ്മൾ ഒരുപാട് തെറ്റുകള് പുനരാവർത്തി ചെയ്തത് കൊണ്ടാണ്. ഒത്തിരി തെറ്റുകൾ നമ്മൾ പല പല ജന്മങ്ങളിൽ ചെയ്തത് കൊണ്ടാണ് ഭഗവാൻ അത് ശരിയാക്കാൻ ഒരു മനുഷ്യജന്മം തന്നിരിക്കുന്നത്. മനുഷ്യജന്മത്തിൽ നമുക്ക് ചിന്തിക്കാനും ചിരിക്കാനും ഉള്ള കഴിവുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നുമില്ല, ചിരിക്കുന്നുമില്ല. വാസ്തവമല്ലേ? പരിചയമുള്ള ഒരാളെ കണ്ടാൽ പോലും ദേ വരുന്നുണ്ട് ഭണ്ഡാരം എന്ന് പറയുന്ന ആളുകൾ പോലും ഉണ്ട്. അല്ലെങ്കിൽ അതാ പിശാച് വരുന്നുണ്ട്. ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്ന വേർഡ്സ്. ഞാൻ എത്ര വട്ടം പലരുടെ വായിൽ നിന്നും കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ? അപ്പൊ ഇങ്ങനെയുള്ള വേർഡ്സുകൾ പറഞ്ഞുകൊണ്ട്, കാരണം എന്താ, അവർക്ക് പൈസ ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ആരോഗ്യമില്ല. അതുകൊണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ അത് ഈ സമൂഹത്തിൽ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് അവരെ അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് അല്ലെ? പണം ഉണ്ടെങ്കിൽ എല്ലാവരെയും അംഗീകരിക്കും, പണം ഇല്ലെങ്കിൽ ആരെയും അംഗീകരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കാണിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മള് ഒരിക്കലും എന്ത് ചെയ്യരുത്? തെറ്റിൽ തന്നെ നിൽക്കരുത്. നമ്മൾക്കറിയാം നമ്മളൊരു തെറ്റ് ചെയ്താൽ ഞാൻ ചെയ്തു പോയത് തെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോയത് തെറ്റാണ്, അത് തിരുത്താൻ ശ്രമിച്ചിട്ട് നമ്മൾ ഭഗവാന്റെ പാദങ്ങൾ ഫോളോ ചെയ്യാം. കാരണം സ്വാഭാവികമാണ് തെറ്റുകൾ സംഭവിക്കുന്നത്. അതിന് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ മഞ്ജരീസിലൂടെ തന്നെ പലരും ജീവിതത്തിൽ പല തെറ്റുകൾ ചെയ്യുമ്പോഴും ഞാനതൊരിക്കലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് പേഴ്സണലി അവരെന്നോട് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അവരുടെ പേരോ നാടോ ഒന്നും തരില്ല ഞാൻ. ഓക്കെ, അത് എന്നിൽ തന്നെ ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള പലർക്കും തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവരത് ഓപ്പണായിട്ട് എന്നോട് ഷെയർ ചെയ്യുന്നുണ്ട്. മാതാജി, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, എനിക്കതിൽ വലിയൊരു കുറ്റബോധമുണ്ട് മാതാജി എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അവരെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അവരെത്ര വലിയ തെറ്റ് ചെയ്താലും എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ശിശുപാലന്റെ 100 തെറ്റുകൾ ക്ഷമിച്ചിട്ടുണ്ട് ഭഗവാൻ അല്ലേ? നമ്മുടെ കോടിക്കണക്കിന് തെറ്റുകൾ ക്ഷമിച്ചിട്ടുണ്ട് ഭഗവാൻ. അപ്പൊ ഒരു തെറ്റിന്റെ പുറത്ത് ഒരിക്കലും നമ്മൾ ഒരാളെയും അടച്ചാക്ഷേപിക്കരുത്. പക്ഷേ ആ തെറ്റുകൾ വീണ്ടും 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 ആവർത്തിക്കുമ്പോൾ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്, അതിൽ തന്നെ നിൽക്കരുത് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അതാരായാലും ശരി. പക്ഷെ ആ തെറ്റ് തിരുത്താനുള്ള ഒരു സ്പേസ് അവിടെ ഭഗവാൻ നമുക്ക് തരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അയാൾ സർവേശ്വരന്റെ ആജ്ഞയെ, ഭഗവാന്റെ ആജ്ഞയെ അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഭഗവാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ വെളിയിൽ വരുമ്പോ, സ്കിപ്പ് ആവുമ്പോ നമ്മുടെ മനുഷ്യജന്മം ഒരു ബിഗ് സീറോയിലേക്കാണ് പോകുന്നത്. നമുക്കൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ലൈഫിന്. എക്സ്പെഷ്യലി വൈഷ്ണവ ഭക്തർക്ക് നമുക്കൊരു കറക്റ്റ് റൂട്ട് ഉണ്ട് വൈഷ്ണവാസിന് അല്ലെ? മറ്റ് ആളുകളെ പോലെയല്ല. വൈഷ്ണവ സമ്പ്രദായത്തിൽ ജീവിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക്, പേഴ്സൺസിന് ഒരു വഴിയുണ്ട്, ഒരു റൂട്ടുണ്ട്. ആ റൂട്ടിൽ നിന്ന് നമ്മൾ എന്ത് സംഭവിച്ചാലും സ്കിപ്പ് ആവരുത്. കാരണം എന്താ? ഭഗവാന്റെ പാതയിൽ മായ അതിശക്തമാണ്. തെറ്റായ വഴിക്ക് നിങ്ങൾക്ക് പോകാൻ ഈസിയാണ്, റോങ് വേ വളരെ ഈസിയാണ്. പക്ഷേ ഭഗവാന്റെ റൂട്ട് എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. ആ ടഫ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ, നമ്മുടെ ഡെസ്റ്റിനേഷൻ ഭഗവാനാണ്, ലക്ഷ്യം ഭഗവാനാണ്. അപ്പൊ എങ്ങനെ ഭഗവാനിലേക്ക് എത്താം എന്നാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. ആ കഷ്ടപ്പാടുകളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ? പക്ഷേ ആ പ്രയാസങ്ങൾ അനുഭവിച്ചാലും ഭഗവാൻ നമ്മളെ കൈവിടില്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതാണ് നമ്മുടെ ഭക്തി. ആ ഭക്തിയിലാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്. ക്ലിയർ? അതാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തിയെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഭക്തനായിട്ടോ അല്ലെങ്കിൽ ഒരു ഭക്തയായിട്ടോ മാറുന്നത്. അല്ലാതെ ഭക്തി എന്ന് പറയുന്നത് ഒരു പ്രഹസനമല്ല, ഒരിക്കലും ഒരു പ്രഹസനമല്ല ഭക്തി. ചില വ്യക്തികളുണ്ട് ഭയങ്കരമായിട്ട് ഭക്തിയുണ്ട്, നമ്മൾ കാണുമ്പോൾ അവര് വലിയ ചന്ദനങ്ങൾ തൊട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു പൊസിഷനിലായിരിക്കും അവർ നിൽക്കുന്നത്. പക്ഷെ വാ തുറന്നാൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനോടൊന്ന് ചിരിക്കാൻ അവർക്ക് സാധിക്കില്ല. അപ്പൊ അത് സാത്വിക ലൈഫ് അല്ല. സാത്വിക ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും നമ്മൾ ഇങ്ങനെ ഉണ്ടാവും. എന്ത് മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചോട്ടെ, പണം ഉണ്ടായിക്കോട്ടെ, പണം ഇല്ലാതിരുന്നോട്ടെ, വ്യക്തിബന്ധങ്ങൾ ചുറ്റിനും ഉണ്ടായിക്കോട്ടെ, അവരിട്ടേച്ചു പോയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, നമുക്കൊരിക്കലും അനക്കം ഉണ്ടാവില്ല. കാരണം എന്താ? ശാശ്വതമായ ഒന്നിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ ശാശ്വതമായത് എന്താണോ കൃഷ്ണ, ആ കൃഷ്ണനിൽ നമ്മൾ എന്താണ്? സ്വയം സമർപ്പിതരാണ്. അപ്പൊ കൃഷ്ണനിൽ സ്വയം സമർപ്പിതരായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഭക്തിപൂർവം എപ്പോഴും ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ ചില തെറ്റായ പ്രവൃത്തികൾ ചെയ്താൽ, ഹീനകൃത്യങ്ങൾ ചെയ്താൽ പോലും അവയെ ചന്ദ്രനിൽ കാണാവുന്ന കളങ്കം പോലെ മാത്രമേ കാണാൻ പാടൂ.
ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രനാണെങ്കിലും അതിൽ ചില ഡാർക്ക് മാർക്സ് നമ്മൾ കാണാറുണ്ട് അല്ലെ, അതെങ്ങനെയായാലും അവിടെ കാണാറുണ്ട്. എങ്കിലും ആ പൗർണമി എത്ര മനോഹരമാണ്. അപ്പൊ അതേപോലെ എത്ര പൂർണ്ണമായിരിക്കുന്ന വൈഷ്ണവ ഭക്തനായാലും ശരി, സദാ എപ്പോഴും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ആയാലും ശരി, ചില ഹീന പ്രവർത്തികൾ ചെയ്തു പോയാൽ അത് ചന്ദ്രനിൽ കാണുന്ന കളങ്കം പോലെ മാത്രമേ നമ്മൾ കാണാൻ പാടൂ. കാരണം എന്താ, ചന്ദ്രൻ ആ കളങ്കം പോലും ഒരു മനോഹാരിതയാണ് അല്ലെ. അതാ ഇവിടെ പറയുന്നത് നരസിംഹ പുരാണത്തിൽ, ഭഗവതീച്ച ഹരാവനന്യഛേദ ദൃശം മാലിനോവി വിരാജതേ മനുഷ്യഃ നഹി ശശക്കലുഷജ്ജബി കദാചിത് തിമിരപരാഭവത മുച്ചേരി ചന്ദ്രഹ എന്ന് പറയുന്നത്. ചന്ദ്രനിൽ കാണുന്ന കളങ്കം പോലെ മാത്രമേ നമ്മൾ കാണാൻ പാടൂ, അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്യരുത്. ക്ലിയർ? ഒരിക്കലും പോയിന്റ് ഔട്ട് ചെയ്യരുത്. നമ്മളെ കൃഷ്ണനുണ്ണി പ്രഭു എവിടെയുള്ളത്, മൂകാംബികയിൽ എനിക്കിപ്പോൾ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അങ്ങേക്കും കുടുംബത്തിനും. ഇന്ന് വെള്ളിയാഴ്ച ദിവസം വളരെ നല്ലത്. അവ ചന്ദ്രപ്രകാശത്തിന്റെ പ്രസരണത്തിന് തടസ്സമല്ല അല്ലെ. ചന്ദ്രനിൽ അങ്ങനെ ഒരു ഡാർക്ക് സ്പോട്ട് ഉണ്ടെന്ന് കരുതിയിട്ട് ചന്ദ്രന്റെ പ്രകാശം ഒരിക്കലും ഇല്ലാണ്ടാവുന്നില്ല. അങ്ങനെ തന്നെയാണ് സാധുജനോചിതമായിരിക്കുന്ന മാർഗത്തിൽ നിന്ന് തെല്ലൊന്ന് കാൽ തെറ്റിപ്പോയെന്ന് കരുതിയിട്ട് ഭക്തൻ നിന്ദിക്കപ്പെടാൻ പാടില്ല. മനസ്സിലാവും? ഒരു സാധു തെറ്റ് ചെയ്തു പോയാൽ ഒരിക്കലും ആ സാധുവിനെ നിന്ദിക്കാൻ നമുക്ക് അവകാശമില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ഒരു ഭക്തനെയോ ഭക്തയെയോ അല്ലെങ്കിൽ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയെയോ കൃഷ്ണാവബോധത്തിൽ കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ ഇരിക്കുന്ന ഒരാളെയോ ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. ഇനി ഇതിലൊന്നുമില്ലാത്തൊരു വ്യക്തി വന്നാലോ അവരെയും വേദനിപ്പിക്കാനുള്ള അവകാശം നമുക്കില്ല. കാരണം എന്താ, ജന്മജന്മാന്തരങ്ങൾ എടുത്തിട്ടായിരിക്കും കൃഷ്ണയെ അറിയുന്നത്. കൃഷ്ണന് പോലും അത് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ കൃഷ്ണന്റെ പാത പിന്തുടരുന്ന നമ്മള് അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് സംസാരിക്കാം അവരോട്, നമുക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യാം, പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ്സ് നമുക്കില്ല. അതാണ് ഒരു വൈഷ്ണവ ഭക്തൻ എന്ന് പറയുന്നത്. വി ആർ അറ്റ് ബാംഗ്ലൂർ മാതാജി. ഓ സൂപ്പർ. അപ്പൊ അതാണ് ഒരു വൈഷ്ണവ ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി വെക്കണം. മറിച്ച് ഭഗവത് സേവനത്തിലുള്ള ഒരാൾക്ക് ഏത് ഹീനകൃത്യവും ചെയ്യാമെന്ന് ആരും കരുതരുത്. ഭഗവാന്റെ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്ത് തെറ്റും ചെയ്യാമെന്നും ചിന്തിക്കാൻ പാടില്ല. ചില വ്യക്തികൾ സംസാരിക്കാറുണ്ട് അങ്ങനെ, ഞാൻ എന്ത് ചെയ്താൽ എന്റെ ഭഗവാൻ എന്നോട് പൊറുക്കും, ഞാൻ എപ്പോഴും ചാൻഡിങ് ചെയ്യുന്ന ആളാണ്, ഞാൻ ഭഗവാന്റെ പാതയിൽ പോകുന്ന ആളാണ്. അങ്ങനെ ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയോ, നമ്മളെല്ലാം പതിതാത്മാക്കളാണ്. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വന്നിങ്ങനെ ജീവിക്കുകയോ, നമ്മൾ എപ്പോഴേ ഭഗവാന്റെ ലോകത്ത് എത്തിയിട്ടുണ്ടാവില്ലേ? നമ്മളിലെല്ലാം 100,000 തെറ്റുകളുള്ള വ്യക്തികളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും കൃഷ്ണ സഹിക്കും എന്നൊരിക്കലും ചിന്തിക്കേണ്ട. ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന, ഗീത അറിയുന്ന, ചാൻഡിങ് ചെയ്യുന്ന, കൃഷ്ണാവബോധത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്താൽ ഭഗവാൻ അത് കൊള്ളും, ഉറപ്പായിട്ടും ഭഗവാൻ അത് കൊള്ളും. അതുകൊണ്ട് മാക്സിമം എന്ത് കാര്യം ചെയ്യുന്നതിനേക്കാളും മുന്നേ 2 വട്ടം ആലോചിക്കാം, ഞാൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ, ഇത് എന്റെ വൈഷ്ണവ സംസ്കാരത്തിന് എതിരാണോ എതിരല്ലേ എന്ന് ചിന്തിക്കാം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ചാൻഡിങ് ചെയ്യുമ്പോഴും ഭഗവാന് നിവേദ്യം വെക്കുമ്പോഴൊക്കെ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നവരുണ്ടാവാം. മേ ബി ഹസ്ബൻഡ് ആവാം, അമ്മയാവാം, അച്ഛനാവാം, വാട്ടവർ ആരായാലും ശരി. അവരോട് നമുക്ക് തട്ടിക്കേറേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തറിയാം എന്റെ കൃഷ്ണ അവബോധത്തെ കുറിച്ച് അല്ലെങ്കിൽ എന്റെ ഭക്തിയെ കുറിച്ച് എന്ന് ചോദിക്കാനുള്ള അർഹത നമുക്കില്ല. അല്ലെങ്കിൽ അവരെ പോയി ശപിക്കുക, നിങ്ങൾ നശിച്ചു പോവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയി പോയില്ല, നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു, നിങ്ങൾ അനുഭവിക്കും, ഈ വക വാക്കുകളൊന്നും ഒരു ഭക്തയുടെ വായിന്ന് വരാൻ പാടില്ല. ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ വായിന്ന് ഇതുപോലെയുള്ള വേർഡ്സ് ഒരിക്കലും വരാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ, ക്ഷമ ആണ് ഒരു ഭക്തയുടെ അല്ലെങ്കിൽ ഒരു ഭക്തന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. അതില്ല എങ്കിൽ പിന്നെ അവിടെ കൃഷ്ണ ഇല്ല എന്ന് കൺഫേം ചെയ്യാം. അതുകൊണ്ട് വൈഷ്ണവ സംസ്കാരത്തിൽ നിൽക്കുന്ന വ്യക്തികൾ ആരായാലും ശരി, അവർക്ക് തിരിച്ചോ മറിച്ചോ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല. അത് കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ നമ്മുടെ വൈഷ്ണവ സംസ്കാരത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, ഭൗതിക ബന്ധങ്ങളുടെ താങ്ങാനാവാത്ത സമ്മർദ്ദത്താൽ നമ്മുടെ ഈ റൊട്ടീൻ ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഒരുപാട് പ്രഷറും തരുന്നുണ്ട്, സമ്മർദ്ദം തരുന്നുണ്ട്. ഈ സമ്മർദ്ദത്തില് സംഭവിക്കാവുന്ന ഒരു യാദൃശ്ചികമായിരിക്കുന്ന കാര്യം, കാരണം നമ്മൾക്ക് എല്ലാവർക്കും എന്തും ലൈഫിൽ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഈ പരിധി കഴിഞ്ഞ് സഹിക്കുക എന്ന് പറയുന്നത് നമുക്ക് സാധിക്കാത്ത കാര്യമാണ്. അപ്പൊ ഈ സഹനശക്തിയെയാണ് നമ്മുടെ ലൈഫിൽ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യന് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ആൻസർ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്ത് ചെയ്യുക, നമ്മൾ മിണ്ടാതിരിക്കുക, ക്ഷമ, അതാണ് നമ്മുടെ ലൈഫിൽ വേണ്ടത്. ഇതാണ് നമ്മുടെ വൈഷ്ണവ സംസ്കാരത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. കാരണം നമുക്ക് ചുറ്റും പ്രഷറാണ്, പല പല പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങൾ, നമ്മൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നത് വളരെ റൂഡായിട്ടായിരിക്കും. ആ റിയാക്ഷൻസ് വേണ്ട എന്നാണ് ഗീതയിലൂടെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്.
ഭക്തിഭരിതമായിരിക്കുന്ന ഭഗവത് സേവനം എന്നത് ഒരു വിധത്തിൽ മായാശക്തിയോടുള്ള സമരമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ഭക്തിഭരിതമായിരിക്കുന്ന ഭഗവത് സേവനം, നമ്മൾ ഭക്തിയോടുകൂടി ഭഗവാന്റെ സേവനം ചെയ്യുകയാണെങ്കിൽ, വളരെ ശ്രദ്ധിച്ചു കേൾക്കണം, നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യുമ്പോൾ അത് ഭക്തിയോടുകൂടി ചെയ്യണം. ഇപ്പൊ ഞാൻ ക്ലാസ് ഷെയർ ചെയ്യാൻ പറയുമ്പോൾ, അയ്യോ മാതാജിക്ക് ഫേസ്ബുക്കിൽ കാണാം നമ്മൾ ആരൊക്കെയാണ് ഷെയർ ചെയ്യുന്നതെന്ന്, മാതാജി ഷെയർ ചെയ്യാൻ പറയുന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യരുത്. ഒരു ഭഗവത് സേവനമായിട്ട് അത് ഷെയർ ചെയ്യണം. കാരണം എന്താ, നമ്മൾ എടുക്കുന്ന ക്ലാസ് എങ്ങനെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് ആരുടെങ്കിലുമൊക്കെ ഫോണിൽ വന്നിട്ട് അവരത് കാണാനിടയായാൽ അവിടെ അവരുടെ ലൈഫ് ചേഞ്ച് ആവുകയാണ്. അപ്പോൾ ഒരു ജീവാത്മാവിന്റെ ലൈഫ് ചേഞ്ച് ആവാൻ നമ്മൾ കാരണമാവുമ്പോൾ അത് എത്രയോ കോടി ജന്മത്തിന്റെ ബെനിഫിറ്റാണെന്നറിയോ നമുക്ക് തരുന്നത്. ഇതിനെയാണ് നമ്മൾ ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭക്തിയുത സേവനത്തിന് എന്താ പറയുന്നത്, ഭഗവത് സേവനത്തിന് ഭക്തി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭക്തിയോട് കൂടിയുള്ള ഭഗവാന്റെ സേവനം ചെയ്യാന്ന് പറയുന്നത് മായാശക്തിയോടുള്ള ഫൈറ്റ് ആണ്. നമുക്ക് ചുറ്റുമുള്ള മായയോടുള്ള വലിയൊരു ഫൈറ്റ് ആണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ? ആ മായയോട്, നമ്മളിപ്പോ നെഗറ്റീവ്സിനോട് യുദ്ധം ചെയ്യുന്നത് പോലെ ആ മായയോടുള്ള ഒരു ഫൈറ്റ് ആണ് ഭഗവത് സേവനം എന്ന് പറയുന്നത്. ആ സമരത്തിന് ആവശ്യമായ കരുത്തില്ലാത്ത കാലത്തോളം ഇങ്ങനെ ചില യാദൃശ്ചിക വീഴ്ചകൾ സംഭവിക്കാം. മനസ്സിലാവുക? അതായത് നമ്മള് നെഗറ്റീവ്സിനോട് പൊരുതാന്ന് പറയുന്നത് ഭഗവത് സേവനം ചെയ്യുന്നതിന് തടസ്സമായിരിക്കുന്നതിന് മാറ്റുക എന്നുള്ളതാണ്. എന്ന് കരുതി വീട്ടിലുള്ളവർ പറഞ്ഞാൽ അത് അവരോട് തല്ലിടണം ഉണ്ടാക്കണം എന്നല്ല പറയുന്നത്. ഭഗവാന്റെ സേവനം ഭക്തിയോടുകൂടി ചെയ്യാം. ആ ഭക്തിക്ക് തടസ്സമായിരിക്കുന്ന മായയെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റുക. ഇപ്പം രാവിലെ എഴുന്നേൽക്കണം എന്ന് പറയുമ്പോൾ പലർക്കും, അയ്യോ മാതാജി കേരളത്തിൽ നല്ല മഴയാണ്, ഇന്നൊരു ദിവസം ലീവാണ്. ഹരേഷ്ണ പ്രഭുജി ദണ്ഡൻ പ്രണാമം. അപ്പൊ ഇന്നൊരു ദിവസം ലീവാണ്, നാളെ രാവിലെ കുറച്ച് നേരത്തെ എണീക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നോൺ വെജ് സ്റ്റോപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ മാതാജി ഇന്നും കൂടി നാളെ മുതൽ ചെയ്യാം എന്ന്, ഒരു മിനിറ്റ് ക്ഷമിക്കണം, അപ്പൊ ഇന്ന് മുതൽ വേണ്ട നാളെ മുതൽ സ്റ്റോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ നാളെ 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 എന്ന് പറഞ്ഞ് നീട്ടുന്നത് എന്താണ്? മായയാണ്. ഈ മായയാണ് നമ്മളോട് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നത്. നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് അറ്റ് പ്രസന്റ് നമ്മൾ ആ ഡിസിഷൻ എടുക്കുക. കാരണം എന്താ, ഭഗവാന്റെ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ വെക്കാൻ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡിലേ കാണിക്കാൻ പാടില്ല. ഓക്കെ, അതിനെയാണ് ഒരു യാദൃശ്ചികമായിരിക്കുന്ന വീഴ്ചകൾ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത്. വേണ്ടുന്ന കരുത്താർജിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു തീരുമാനം എടുക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കുക. ഓക്കെ, ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ആരും ഹീനമായിരിക്കുന്ന കൃത്യങ്ങൾ തുടരുകയോ എന്നിട്ടും താൻ ഭക്തൻ എന്ന് അഭിമാനിക്കുകയോ ചെയ്തുകൂടാ. തെറ്റ് ചെയ്തിട്ട് ഞാൻ ഭക്തയാണ്, ഞാൻ ഭക്തനാണ്, ഞാൻ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, അതിലൊരു അർത്ഥവും ഇല്ല. തെറ്റ് ചെയ്തിട്ട്, അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ മാത്രമേ കൃഷ്ണ സഹിക്കൂ. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് കൃഷ്ണ സഹിക്കില്ല. അത് ആദ്യം ആലോചിക്കുക. പതിതാത്മാക്കൾ ചെയ്താൽ ഭഗവാൻ ഒരു പക്ഷെ അത് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം അവർ ഭഗവാനെ അറിഞ്ഞിട്ടില്ല, അറിയാനുള്ള സമയമാവുന്നേ ഉള്ളൂ. അറിയുന്ന ചാൻറ്റിങ് ചെയ്യുന്ന കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ ഇരിക്കുന്ന ഭക്തർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കൃഷ്ണന്റെ അടുത്തുനിന്ന് മാപ്പില്ല. അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും തന്നെ, അത് ഭക്തിയിലുള്ളതായാലും പേഴ്സണൽ ലൈഫിലുള്ളതായാലും, ഒരു വട്ടം ആലോചിക്കുക. ഇത് ചെയ്താൽ ഇത് ശരിയാണോ, ധാർമ്മികമാണോ എന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവാം. സ്വഭാവത്മകമായിരിക്കുന്ന വർഷം വളർത്തിയെടുക്കാൻ സാധിക്കാത്ത ഒരാൾ ഉന്നത ഭക്തൻ എന്ന് മനസ്സിലാക്കാം. അതായത് നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട് അല്ലെ. ഇനിയും നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ, നമ്മൾ നമ്മളെ തന്നെ പ്യൂരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ചേഞ്ച് ആവാനുണ്ട് ഇനിയും ലൈഫിൽ. ഇങ്ങനെ ചേഞ്ചായി നമ്മൾ വരുന്ന സമയത്ത് ആ വ്യക്തി ഒരു ഉന്നത ഭക്തിയിലേക്ക് എത്തും. അല്ലാത്ത പക്ഷം അവരൊരിക്കലും ഉന്നത ഭക്തിയിലേക്ക് എത്താൻ കഴിയില്ല. അവരെപ്പോഴും ഇങ്ങനെ താഴെയിൽ തന്നെ നിന്നുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ട് എന്ന് അവർക്ക് പോലും അറിയാത്ത അവസ്ഥയിൽ. നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് മാത്രം ആൻസർ കൊടുക്കുക. എല്ലാത്തിനും ഉത്തരം കൊടുക്കാൻ നമ്മൾ പോണ്ട. നമ്മുടെ പേഴ്സണൽ ലൈഫ് ആയാലും ശരി, പ്രൊഫഷണൽ ലൈഫ് ആയാലും ശരി, എല്ലാത്തിനും ആൻസർ കൊടുക്കാൻ പോണ്ട. എല്ലാവരെയും തിരുത്തിയിട്ട് നമ്മുടെ സ്റ്റാൻഡ് നല്ല ഭംഗിയുള്ളതാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സ്വാഭാവികമായ കാര്യം, നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം കലിയുഗമാണ്. ഇത് ഓൾറെഡി ഭഗവാൻ നേരത്തെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എല്ലാം ശരിയാക്കിയിട്ട് ജീവിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരിയായ കാര്യമല്ല. നമുക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി 31ാമത്തെ ശ്ലോകമാണ്. 31ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ, ക്ഷിപ്രം ഭവതി ധർമാത്മാ ശാശ്വത്ശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനിഹീന മേ ഭക്ത പ്രണശ്യതി എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാല് അവൻ വേഗത്തിൽ ധാർമ്മികനായി തീർന്ന് ശാശ്വതമായിരിക്കുന്ന ശാന്തി നേടുന്നു. എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന് കുന്തിപുത്ര ഉറപ്പിച്ച് പ്രഖ്യാപിക്കൂ എന്നാ പറയുന്നത്.
ഇത്രയും മനോഹരമായിരിക്കുന്ന ഒരു ശ്ലോകം ഇനി നമുക്ക് കേൾക്കാനുണ്ടോ? ഭഗവാൻ ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ അങ്ങ് നമുക്ക് ഹൃദയത്തിലേക്ക് വെച്ച് തരികയാണ് അല്ലെ. ഒന്ന് ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിക്കും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഇപ്പോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശ്ലോകം ഭാഗ്യം ചെയ്തവരാണ് കേൾക്കുന്നത്. കാരണം എന്താണ്? ഭഗവാൻ പറയുന്നു, എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കില്ല എന്ന് കുന്തിപുത്ര ഉറപ്പിച്ച് പ്രഖ്യാപിക്കൂ എന്ന്. ഇതിൽ പരം വലിയൊരു എന്താ പറയാ, ഇത് ആര് തരും നമുക്ക്? ഒരു ഉറപ്പ് ആര് തരും? ആർക്കും ഈ ലോകത്ത് ഒരാൾക്കും ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ, പരമദിവ്യോത്തമ പുരുഷൻ, നമുക്ക് ഉറപ്പ് തരുന്നു, എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കില്ല. അത് അർജുനനോട് പറയുന്നു, കുന്തിപുത്ര നീ ഉറപ്പിച്ചു പറഞ്ഞോ. ചിലരെങ്കിലും ഈ പ്രസ്താവന തെറ്റിദ്ധരിക്കും. ഈ കാര്യം ചില ആൾക്കാർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും. എങ്ങനെയാണ്? 7-ാം അധ്യായത്തില് ഭഗവാൻ പറയുന്നുണ്ട്, നമ്മളിപ്പോ പഠിക്കുന്നത് 9-ാമത്തെ അധ്യായം. 7-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, തെറ്റായ കർമ്മങ്ങളിൽ പെട്ട് കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഭക്തനാകാൻ കഴിയില്ല. തെറ്റായ രീതിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഭക്തനാവാൻ കഴിയില്ല. ഭക്തി ഇല്ലാത്തവരിൽ ഒരു നല്ല ഗുണങ്ങളും ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഭക്തി ഇല്ലാത്ത വ്യക്തികളിൽ ഒരു നല്ല ഗുണങ്ങളും ഉണ്ടാവില്ല. കുഴപ്പമില്ല സന്ധ്യ മാതാജി, ഒരു നല്ല ഗുണങ്ങളും ഉണ്ടാവില്ല. അപ്പോ ഹീനകൃത്യങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും അവരില്. അല്ലാതെ ചെയ്യുന്ന ഒരാൾ എങ്ങനെ ശുദ്ധഭക്തനാവും? ശുദ്ധഭക്തൻ എന്ന് പറഞ്ഞാൽ അവരിൽ തെറ്റുകൾ കാണില്ല. ഇനി സ്വാഭാവികമായിട്ട് കലിയുഗമായതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിക്കാം. അത് ഒരിക്കലും അവരുടെ ഭക്തിക്ക് തടസ്സമാവില്ല. കാരണം എന്താണ്? ആ വ്യക്തി അത് റിയലൈസ് ചെയ്യും, അത് തെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന തെറ്റായ ഒരു കാര്യമാണ് എന്ന് ചിന്തിച്ചിട്ട് അതിൽ നിന്ന് പിന്മാറും. ഇതിനെയാണ് ഒരു ശുദ്ധഭക്തൻ അല്ലെങ്കിൽ ശുദ്ധഭക്ത എന്ന് പറയുന്നത്. ഈ ചോദ്യത്തിൽ ഒരു ന്യായമുണ്ട്. എന്താണെന്നറിയോ? 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തെറ്റായ പലതരത്തിലുള്ള ദുഷ്കർമ്മികൾ ഭഗവത് സേവനത്തിന് ഒരിക്കലും മുതിരില്ല. ഭഗവാന്റെ സേവനം ചെയ്യാൻ അങ്ങനെയുള്ള തെറ്റായ വഴിയിലൂടെ പോകുന്ന ആൾക്കാർ നിൽക്കില്ല. അവർക്ക് ഭഗവത് സേവനം ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഓരോ കാരണങ്ങൾ അവർ കണ്ടെത്തും. അയ്യോ അതിങ്ങനെയാണ്, അതിങ്ങനെയാണല്ലോ, അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്. അങ്ങനെ അവരെ കുറ്റപ്പെടുത്തിയിട്ടായാലും ഇവർ ഈ പ്രസ്ഥാനം വിട്ടുപോയി കളയും. അവർക്ക് കഴിയില്ല. അല്ലെ അവർ പറയും, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഇത് ചെയ്തോളാം, അല്ലെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ജപിച്ചോളാം, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് വായിച്ചോളാം, എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട, അല്ലെ ഞാൻ ഇങ്ങനെ ചെയ്തോളാം, അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവര് എങ്ങനെയും ആ കൃഷ്ണ എന്ന് പറയുന്ന കൂട്ടായ്മ വിട്ട് അവർ വെളിയിൽ പോകും. അത് ഉറപ്പാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് തെറ്റായ കാര്യങ്ങളിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ഭഗവത് കൂട്ടായ്മയിൽ ഉണ്ടാവില്ല. അത് നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്. അവർ പുറത്തു പോകും. അവർക്ക് എവിടെയും നിൽക്കാൻ കഴിയില്ല. അവരെ ഓരോ സ്ഥലത്ത് പോയാലും അവർ അതിൽ നിന്നെല്ലാം പുറത്തു പോയിക്കൊണ്ടേയിരിക്കും. അതിന് അവരെ തേടി ഓരോ കാരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ദുഷ്കർമ്മികളായിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അവർക്ക് നല്ല ഗുണങ്ങളൊന്നുമില്ലെന്ന് ശ്രീമദ് ഭാഗവതവും പറയുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നല്ല ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണയായിട്ട് 9 സേവന കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭക്തന്റെ ഹൃദയത്തിലെ ഭൗതിക കൽമഷങ്ങൾ ക്രമേണ നീങ്ങിപ്പോവാറുണ്ട്. 9 തരത്തിൽ ഭഗവാന്റെ സേവന കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ 9 രീതിയിൽ സേവനം ചെയ്യുന്ന ആ വ്യക്തിയുടെ ഹൃദയത്തിലുള്ള കൽമഷങ്ങൾ, തെറ്റായ ചിന്താഗതികൾ എല്ലാം നീങ്ങിപ്പോകുന്നുണ്ട്. ഓക്കെ, ഭക്തൻ സ്വന്തം ഹൃദയത്തില് ഭഗവാനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ഹൃദയത്തിലെ പാപമാലിന്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും പുറത്തു പോകും. ഒരു സംശയവും ഇല്ല. സ്വാഭാവികമായിട്ടും ആ ഒരു ഹൃദയത്തിലുള്ള കൽമഷങ്ങൾ, തെറ്റായ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പോകും, തേഞ്ഞു മാഞ്ഞു പോകും. അവരിൽ പിന്നെ ഒരിക്കലും അവരെത്ര വലിയ ക്രിമിനൽസ് ആണെങ്കിലും ഭഗവാനെ ഹൃദയത്തിൽ സ്ഥാപിച്ചോ അവരിൽ നിന്ന് ആ ദുഷ്കർമ്മമായിരിക്കുന്ന എല്ലാം അവരിൽ നിന്ന് തേഞ്ഞു മാഞ്ഞു പോകും. നിരന്തരം നമ്മൾ ഭഗവാനെ ധ്യാനിക്കുകയാണെങ്കിൽ ആ ഭക്തനെ ഇങ്ങനെ പരിശുദ്ധമാക്കിക്കൊണ്ടേയിരിക്കും. ആ വ്യക്തിയെ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടേ. ഇപ്പൊ നമ്മളൊരു പാത്രം എടുത്ത് ദിവസവും അതിൽ വെള്ളം പിടിച്ച് വെക്കുകയാണെങ്കിൽ, കഴുകുന്നില്ലാന്നെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വന്ന് അടിഞ്ഞുകൂടും അല്ലെ. പക്ഷെ ആ പാത്രം നമ്മൾ എന്നും കഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിങ്ങനെ വൃത്തിയായിക്കൊണ്ടേയിരിക്കും. ആലോചിച്ച് നോക്കൂ, ദിവസവും കത്തിക്കുന്ന വിളക്ക് ഡെയിലി കഴുകുകയാണെങ്കിൽ അത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ശോഭിതമായിരിക്കും. ഒരു പഴയ വിളക്കെടുത്തുകൊണ്ട് വന്നിട്ട് അത് നമ്മൾ ആദ്യം ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴുകിയിട്ട് വിളക്ക് വെച്ചിട്ട് പിന്നെ അത് ഡെയിലി 1 വർഷം കഴുകുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ വെച്ച വിളക്കിന്റെ ശോഭയും പിന്നീട് വെക്കുന്ന വിളക്കിന്റെ ശോഭയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതേപോലെ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ഹൃദയം മെല്ലെ 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 പരിശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. ഉത്കൃഷ്ട നിലയിൽ നിന്ന് പതനം സംഭവിച്ചു പോയാൽ
എന്താ ഉണ്ടാവുന്നത്? വീണ്ടും വിശുദ്ധി നേടുന്നതിന് ചില പ്രായശ്ചിത്ത കർമ്മങ്ങൾ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വലിയ നിലയിലേക്ക് ഭക്തിയിൽ ഉയർന്നു ഒരു നല്ല പൊസിഷനിലെത്തിയിട്ട് അവിടെ പോയിട്ട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരണമെങ്കിൽ പ്രായശ്ചിത്ത കർമ്മങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് വൈദികമായിരിക്കുന്ന സംസ്കാരത്തിൽ വേദങ്ങളിൽ അത് പറയുന്നുണ്ട്. അത്തരം അനുഷ്ഠാനങ്ങൾ ഇക്കാര്യത്തിൽ ആവശ്യമില്ല. കൃഷ്ണാവബോധത്തിൽ അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളൊന്നും വേണ്ട. എന്താ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴി? ഇപ്പൊ ഒരു പൂജ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പൂജ ചെയ്യുമ്പോൾ ഒരു തെറ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമുക്കൊരു തെറ്റ് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ അതിനുള്ള പരിഹാര കർമ്മങ്ങൾ നിരവധിയാണ്, അല്ലെ? നിരവധി പരിഹാര കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ കൃഷ്ണാവബോധത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പരിഹാര കർമ്മങ്ങളൊന്നും വേണ്ട. പിന്നെ എന്താ വേണ്ടത്? ആ സമയം മുതൽ നിരന്തരമായി കൃഷ്ണനെ ധ്യാനിക്കുക, ഭഗവാന്റെ സ്മരണ നിലനിർത്തുക, ഭക്തന്റെ ഹൃദയത്തിൽ ശുദ്ധീകരണ പ്രക്രിയ നടത്താൻ ഭക്തന്റെ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഭഗവാനെ പ്രതിഷ്ഠിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് എന്താണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. കൗണ്ടും നോക്കണ്ട, ഒന്നും നോക്കണ്ട, ജപിച്ചുകൊണ്ടേയിരിക്കുക, ജപിച്ചു മുന്നോട്ട് പോവുക. ഇതാണ് ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത്. ഈ മന്ത്രോച്ചാരണം നിലയ്ക്കാതെ ചെയ്തു വന്നു കഴിഞ്ഞാൽ ആ പതിതാത്മാവിന്റെ, ആ തെറ്റ് ചെയ്ത വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് കൃഷ്ണ ഓട്ടോമാറ്റിക്കലി വന്നിരിക്കും. ഭഗവാൻ വന്നിരുന്നു കഴിഞ്ഞാൽ ആ സ്ഥലം അവിടെ പരിശുദ്ധമായി മാറുകയാണ്. യാദൃശ്ചികങ്ങളായിരിക്കുന്ന വീഴ്ചകളിൽ നിന്ന് ഉറപ്പായിട്ടും ഭഗവാൻ ഭക്തനെ രക്ഷിച്ചിരിക്കും. അങ്ങനെ ഭൗതിക മാലിന്യങ്ങൾ അയാളെ ഒരിക്കലും ബാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ആ ഭക്തൻ വീണ്ടും ഉയർന്നു വരും. ഇങ്ങനെയാണ് ഭഗവാൻ ഭക്തനെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ടാ പറയുന്നത്, എന്റെ ഭക്തന് നാശമില്ല എന്ന് കൗന്ദേയ നീ ഉറപ്പിച്ച് പ്രഖ്യാപിക്കൂ പാർത്ഥ എന്ന് പറയുന്നത്. ഭഗവാന്റെ ഭക്തനായി മാറുന്നത് ഭഗവാന്റെ നാമത്തിലൂടെയാണ്. ആ നാമം നിരന്തരം ജപിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് ഭഗവാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ആ ഭക്തൻ അവിടെ നാശം സംഭവിക്കുന്നില്ല. ക്ലിയർ? ഇനി 32ാമത്തെ ശ്ലോകമാണ്. 32ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മാം ഹി പാർത്ഥ വ്യാപശ്രിതയേഭിസ്യു പാപയോനഃ സ്ത്രീയോ വൈശ്യാസ്തഥാ ശൂദ്രാസ്തേഭി യാന്തി പരാം ഗതിം എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ, പാർത്ഥ, എന്നെ ആശ്രയിക്കുന്നവൻ അധമകുലത്തിൽ പിറന്നവനായാലും ശരി, സ്ത്രീകളായാലും ശരി, കച്ചവടക്കാരായാലും ശരി, ശൂദ്രരായാലും ആരായാലും ശരി, പരമപദം പ്രാപിക്കും. അതായത് ഭഗവാൻ കൃഷ്ണനെ ആരാണോ ആശ്രയിക്കുന്നത് ആ വ്യക്തി വലിയവനെന്നോ ചെറിയവനെന്നോ ഭഗവാൻ ഇല്ല. അവൻ അംഗവൈകല്യം സംഭവിച്ചവനെന്നോ അംഗവൈകല്യം ഇല്ലാത്തവനെന്നോ പണക്കാരനെന്നോ ആരും വിഷയമല്ല. നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയാലും ശരി, റോട്ടിൽ കിടക്കുന്ന പിച്ചക്കാരനായാലും ശരി, എന്താ പറയാ, അംബാനി ആയാലും ശരി, ആരായാലും ശരി, ഭഗവാന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ കഴിവിന്റെ കാര്യത്തിലോ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഉള്ള ലിംഗഭേദമില്ലാതെയോ ഒന്നും ഭഗവാൻ അവിടെ ഒരു വിഷയമല്ല. ആ വ്യക്തി ആരായാലും പരമപദം പ്രാപിക്കും. അവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ പറയുന്നത്? ഭഗവാനെ ആശ്രയിക്കുക. ഭഗവാനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? അത്രയും അധികം അടുത്ത് മുന്നോട്ട് പോവുക. ഭഗവത് സേവനത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമായിരിക്കുന്ന ഉച്ചനീതിയിൽ, അതായത് ഭഗവാന്റെ സേവനത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമായിരിക്കുന്ന ഉച്ചനീത സ്ഥിതി ബാധകമല്ലെന്ന് കൃഷ്ണൻ പറയുന്നു. എന്താണ്? ഒരിക്കലും വലിപ്പ ചെറുപ്പങ്ങൾ ഭഗവാന്റെ മുന്നിൽ ഒരു തരത്തിലും വിലപ്പോവില്ല. എല്ലാം തുല്യമാണ്. ജീവിതത്തില് ഭൗതിക തലത്തിൽ അത്തരം ഒരു ആളുകൾക്ക് ചില ധാരണയുണ്ട്. ഞാൻ കുറച്ച് ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരാളാണ്, സാമ്പത്തികമായി എനിക്ക് നല്ല ചുറ്റുപാടാണ്, അല്ലെ എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, എനിക്ക് ഇന്ന പൊസിഷൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് അവിടെ പ്രത്യേകമായിട്ടുള്ള എല്ലാം ഉണ്ട്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ എങ്ങനെ പോയാലും ശരി, ഏത് രീതിയിൽ പോയാലും ശരി, എത്ര ഉയർച്ചയിൽ നിന്ന് വന്നാലും ശരി, ഏത് വലിയ ഒരു പദം അലങ്കരിക്കുന്ന ഒരു വ്യക്തിത്വമായാലും ശരി, ഭഗവാന്റെ മുന്നിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഭാവഭേദ വ്യത്യാസങ്ങളും ഭഗവാൻ തരൂല. അത് ഉറപ്പാണ്. തന്നതും കൃഷ്ണൻ തന്നെ, എടുക്കുന്നതും കൃഷ്ണൻ തന്നെ. അതുകൊണ്ട് സാധാരണക്കാരായാലും ശരി, വലിയവരായാലും ശരി, ഭഗവാന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടോ ആ വ്യക്തി ഭഗവാന് നിൽക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിലും ശരി, അവരെല്ലാം ഭഗവാന് തുല്യരാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളുമില്ല. എന്നാൽ ആധ്യാത്മികമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ട ഭക്തന് ആ വ്യത്യാസം ഉണ്ടാവില്ല.
ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ നമ്മള് ഗുരുവായൂർ അമ്പലത്തിൽ ചെല്ലുമ്പോൾ പല പല കാറ്റഗറി ആളുകളെ നമുക്ക് കാണാൻ പറ്റും, ഇല്ലേ? വ്യത്യസ്തമായിരിക്കുന്ന തലങ്ങളിൽ നിന്ന് വന്ന പല വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും തുല്യരെന്നെ. അവിടെ 100 പവൻ സ്വർണ്ണം ഇട്ട് കല്യാണം കഴിക്കാൻ വന്ന ഒരു പെൺകുട്ടിയും ഒന്നുമില്ലാതെ സമൂഹ വിവാഹത്തിൽ നിന്ന് ഒന്നുമില്ലാതെ കൂടെ നിൽക്കാൻ ഒരാൾ പോലും ഇല്ലാതെ വന്നു നിൽക്കുന്ന വ്യക്തിയും ഭഗവാന് തുല്യരെന്നെ. അല്ലാതെ ആലങ്കാരികമായിരിക്കുന്ന ഭംഗിയോടുകൂടി വന്ന് നിൽക്കുന്ന ചൈതന്യമുള്ള പെൺകുട്ടിക്ക് കൂടുതൽ അനുഗ്രഹവും കൊടുത്ത് അല്ലാത്തവരെ ഭഗവാൻ ഇങ്ങനെ നോക്കിയും വിടില്ല. തുല്യമാണ് അവിടെ ഭഗവാൻ, മനസ്സിലായില്ലേ? തുല്യമായിട്ടേ കാണൂ, യാതൊരു സംശയവും ഇല്ല. ചില വ്യക്തികൾ ചിലപ്പോൾ അവരെ കയ്യിൽ ഒരു പൈസ ഇല്ലാണ്ട് വീട്ടിന്റെ മുറ്റത്തുനിന്ന് പറിച്ച ചില തുളസിക്കൊണ്ട് വരും. അതുപോലെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ല. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അവർക്ക് കൊടുക്കാൻ. ചിലപ്പോൾ ഒരു 101 രൂപയായിരിക്കും അവരുടെ കയ്യിലുണ്ടാവുക, ചിലപ്പോൾ 1 രൂപ നാണയമായിരിക്കും ഉണ്ടാവുക. പക്ഷെ കിഴികെട്ടി പണം കൊണ്ടുവരുന്നവരും ഉണ്ടാവാം, അല്ലെ? അപ്പോ ഞാൻ ഭഗവാന് വേണ്ടിയിട്ട് ഇത്രയും വലിയ ഡൊണേഷൻ, സ്വർണത്തിന്റെ കിരീടം, സ്വർണത്തിന്റെ എന്താ പറയാ, അത് ഇത് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊന്നുമില്ലാതെ വിഷ്ണു സഹസ്രനാമത്തിന്റെ പുസ്തകവും പിടിച്ച് നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തികളെയും നമുക്കവിടെ കാണാൻ പറ്റും. എന്റെ കണ്ണിലൂടെ ഞാൻ പറയുകയാണെങ്കിൽ ഇവരെല്ലാം എനിക്ക് തുല്യരാണ്. ഞാൻ അവരെ തുല്യമായിട്ട് കാരണം എന്താണെന്നറിയോ? ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ അവരെ ഭഗവാൻ വിളിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ദർശനം കൊടുക്കാൻ ഭഗവാൻ അവരെ വിളിച്ചിരിക്കുന്നു. അപ്പൊ ആ വ്യക്തികൾ ആരാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ വന്നിരിക്കുന്ന ഭക്തർ ആരാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഭഗവാന്റെ നേരിട്ടുള്ള ക്ഷണം സ്വീകരിച്ച് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭഗവാന്റെ തിരുനടയിൽ വന്ന വ്യക്തികളാണ്, ഇല്ലേ? ആ വ്യക്തികൾക്ക് ഇന്ന് എന്താ സംഭവിക്കാൻ പോകുന്നത്? അഖില കോടി ബ്രഹ്മാണ്ഡ നായകനായിരിക്കുന്ന പരമദിവ്യോത്തമ പുരുഷന്റെ ദർശനത്തിന് അനുമതി ലഭിച്ചവരാണ് അവര്. ആ വ്യക്തികളെ കാണുന്നത് പോലും പുണ്യമായിട്ട് നമ്മൾ കാണണം. അതുകൊണ്ട് ഒരിക്കലും ഗുരുവായൂർ അമ്പലത്തിലേക്കോ തിരുപ്പതി ക്ഷേത്രത്തിലേക്കോ ഇനി മൂകാംബികയിലേക്കോ എവിടെയാവട്ടെ, ഏത് ക്ഷേത്രത്തിൽ വന്നവരായിക്കോട്ടെ, നമ്മളോട് തട്ടിക്കേറിയാലും നമ്മൾ തട്ടിക്കേറണ്ട. കാരണം എന്താ? എല്ലാവരും ശ്രീല പ്രഭുപാജിയുടെ ഗീത വായിച്ചിട്ടുണ്ടാവില്ല. ആ ഗീത വായിച്ചവനറിയാം കൃഷ്ണൻ ആരാണെന്ന്, ഇല്ലേ? ആ ഗീതയുടെ വരികൾ കേട്ടവനറിയാം കൃഷ്ണൻ ആരാണെന്ന്. ആ ഗീതയിലൂടെ ഒരു ഭക്തൻ എന്താണെന്ന് നമുക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ആ മണ്ണിൽ കാല് വെച്ചോ, നാവിൽ പിന്നെ കൃഷ്ണനാമം മാത്രം മതി. ഒരാള് വന്ന് നമ്മളെ എന്തേലും പറഞ്ഞാൽ പോലും എന്റെ കൃഷ്ണ എന്ന് വിളിക്കാന്നല്ലാതെ അവരോട് നിങ്ങൾ ഇതിനനുഭവിക്കും എന്ന് പറയാൻ പോലും നമ്മുടെ നാവ് പൊങ്ങരുത്. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താ? നമ്മൾ വന്നിരിക്കുന്നത് പരിശുദ്ധമായിരിക്കുന്ന ആ മണ്ണിലാണ്. അവിടെ ഇരിക്കുന്ന അഖില കോടി ബ്രഹ്മാണ്ഡ നായകൻ അദ്ദേഹത്തിന്റെ തിരുപാദ ദർശനം നമുക്ക് തരാൻ വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അല്ലാണ്ട് നമ്മളെ കഴിവല്ല അവിടെ എത്തിയത്. അതുകൊണ്ട് അവിടെ എത്ര വലിയ ആള് വന്നാലും ശരി, ചെറിയ ആള് വന്നാലും ശരി, നമ്മൾ അതിന്റെ പിന്നിലോടണ്ട. വലിയവനും ചെറിയവനൊക്കെ ഈ ലോകത്ത് ആ വലിപ്പ ചെറുപ്പങ്ങളെല്ലാം ഇട്ടിട്ട് നാളെ ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ളവനാണ്. നല്ല വസ്ത്രം ഇട്ട് വരുന്നവരും ഉണ്ട്, നല്ലതല്ലാത്ത സാധാരണ വസ്ത്രം ഇട്ട് വരുന്നവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. 3 സ്റ്റാർ ഹോട്ടലിൽ കിടന്നുറങ്ങി എഴുന്നേറ്റ് കുളിച്ച് നിർമാല്യം തൊഴാൻ വരുന്നവനും ഉണ്ട്, റൂമില്ലാതെ കൊളക്കടവിൽ ഇരുന്ന് രാത്രി മുഴുവൻ വെളുപ്പിച്ചിട്ട് വരുന്നവനും ഉണ്ട്. അപ്പൊ ഒരിക്കലും നമ്മള് വലിപ്പ ചെറുപ്പങ്ങൾ ഒരു ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരോടും കാണിക്കാൻ പാടില്ല. ആരെങ്കിലും കാണിച്ചോട്ടെ, നമുക്ക് പരാതിയില്ല, ഭഗവാൻ എല്ലാം അറിയുന്നു. നമ്മൾ കാണിക്കേണ്ട, അറ്റ്ലീസ്റ്റ് മഞ്ജരീസിലുള്ളവരെ കാണിക്കേണ്ട. എല്ലാവരോടും ഒരു സ്നേഹമായിരിക്കുന്ന ഒരു ഭാവം, ഒരു പുഞ്ചിരി. കാരണം എന്താ? ആ ജീവാത്മാവിന്റെ ഉള്ളിലും പരമാത്മാവ് കുടികൊള്ളുന്നുണ്ട് എന്ന ബോധം നമ്മളിൽ ഉണ്ടാവണം. മനസ്സിലായോ? എല്ലാവരും പരമപദ പ്രാപ്തിക്ക് അർഹരാണ്. മനസ്സിലായില്ലേ? പരമാത്മാവായിരിക്കുന്ന ഭഗവാന്റെ പാദത്തിലേക്ക് അങ്ങോട്ട് ലയിക്കാൻ അർഹരായിട്ടുള്ള ആളുകളാണ്. ഒരു വ്യത്യാസവും ഇല്ല. ശുദ്ധഭക്തനുമായിട്ടുള്ള സമ്പർക്കം ശുഭജന്മാരായിരിക്കുന്ന ചണ്ടാളന്മാരെ പോലും വിശുദ്ധീകരിക്കുമെന്ന് ഭാഗവത വചനം മനുഷ്യർക്കിടയിൽ അധമോത്തമ ഭേദമില്ലാതാക്കാൻ മാത്രം കരുത്തുറ്റതാണെന്നും ഭഗവത് സേവനത്തിന്റെയും ഒരു പരമഭക്തനിൽ നിന്നുള്ള മാർഗനിർദ്ദേശത്തിന്റെയും പ്രഭാവം ആലോചിച്ച് നോക്കണം. എന്താ പറയുന്നത്? ശുദ്ധഭക്തനുമായിട്ടുള്ള സമ്പർക്കം, നല്ല രീതിയിൽ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ. ഞാൻ പറയുന്നു 2025 മലിനമല്ലാത്ത അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പ്രകോപനം ഉണ്ടാക്കാത്ത രീതിയിലുള്ള നിങ്ങൾക്ക് സുരക്ഷിതമായിരിക്കുന്ന ഏത് വസ്ത്രവും നിങ്ങൾ ധരിക്കൂ. ഒരിക്കലും എക്സ്പോസീവ് അല്ലാത്ത എന്ത് വസ്ത്രവും നിങ്ങൾ ധരിച്ചോളൂ. നിങ്ങൾക്ക് അതിനുള്ള എന്തുണ്ട്? അനുമതിയുണ്ട്. പക്ഷെ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, അത് അങ്ങനെ ധരിക്കുമ്പോൾ അത് ക്ഷേത്ര നടയിലേക്ക് ആവണ്ട. ക്ഷേത്ര നടയിൽ ഒരു പരിശുദ്ധി ഉണ്ട്. ആ പരിശുദ്ധിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാം.
നിങ്ങൾ ദിവസവും ചന്ദനം തൊടണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണമെന്നോ ഒന്നുമില്ല. ഹൃദയത്തിൽ ഭഗവാനെ സേവിക്കൂ, ഭഗവാനെ ഹൃദയത്തിൽ നിങ്ങൾ വെക്കൂ. അത് ഒരാൾക്കും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ഹൃദയത്തിൽ കൃഷ്ണനുണ്ടോ അവരുടെ ക്യാരക്ടറിൽ അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ശുദ്ധ ഭക്തനാണോ അല്ലേ എന്നുള്ളത് അവരുടെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ആരോട് റിവഞ്ചിങ് ഇല്ല. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നില്ലേ, ഒരു റിവഞ്ചിങ്ങും ഇല്ല. നമ്മളോട് ചെയ്തവർ ആരായാലും അത് കൃഷ്ണ നോക്കിക്കോളും. നമ്മൾ അതിന്റെ പിന്നാലെ റിവഞ്ചിങ്ങിന് പോകേണ്ട കാര്യമില്ല. അപ്പോ ശുദ്ധ ഭക്തരുമായിട്ടുള്ള സമ്പർക്കം, അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ ശുഭചരന്മാരായിരിക്കുന്ന ചണ്ടാളന്മാരെ പോലും, അത്രയും നീചമായ രീതിയിൽ ജീവിക്കുന്ന ചണ്ടാളന്മാരെ പോലും വിശുദ്ധീകരിക്കാൻ സാധിക്കുമെന്ന് ഭാഗവത വചനം ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്. വളരെ മോശമായിരിക്കുന്ന വ്യക്തികളെ പോലും ശുദ്ധമായിരിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ഈ ശുദ്ധരല്ലാതിരിക്കുന്ന എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പാവും. മനസ്സിലായിരിക്കുന്നത്, മനസ്സിൽ കളങ്കമുള്ള വ്യക്തികൾ എല്ലാവരും ചേർന്നൊരു ഗ്രൂപ്പാവും. എന്നിട്ട് ഭഗവത് കാര്യങ്ങളിലേക്ക് പോകുന്നവരെ ദ്രോഹിച്ചു കൊണ്ടിരിക്കും. ഇത് ആദ്യകാലം മുതലേ നമ്മുടെ ഇതിലുള്ളതാണ്, ഭൂമിയിലുള്ളതാണ്. കണ്ടിട്ടില്ലേ? പണ്ട് രാക്ഷസന്മാരെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് ആരെയാണ്? ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ, ഭഗവത് പ്രചരണം ചെയ്യുന്ന ആളുകളെ, സന്യാസികളെ, ഇവരെ തേടിപ്പിടിച്ച് മഹർഷിമാരെ ഇവരെ ദ്രോഹിക്കുക, കൊല്ലുക, വേദനിപ്പിക്കുക. ഇതായിരുന്നു രാക്ഷസന്മാരുടെ തൊഴില്. അവരിലേക്ക് ദുരിതങ്ങൾ കൊണ്ടുപോയിടുക, അവർ ചെയ്യുന്ന യാഗങ്ങൾ നശിപ്പിക്കുക, അവർ ചെയ്യുന്ന എന്താ പറയാ എല്ലാ തരത്തിലുള്ള നന്മയുള്ള പ്രവൃത്തികൾക്കും തടസ്സം വരുത്തുക. ഇങ്ങനെ രണ്ട് വിഭാഗങ്ങൾ നിലനിന്നിരുന്നു. അത് ഇന്നും ആവർത്തിക്കപ്പെടുന്നു. അത്രയും നമ്മൾ ചിന്തിക്കുക. അത് ഇന്നും ആവർത്തിക്കപ്പെടുന്നു. ഭഗവത് പ്രചരണത്തിന് തടസ്സമായി മാറുന്ന വ്യക്തികൾ ആരായാലും നമ്മൾ ആലോചിക്കുക, അവർ ശുദ്ധഭക്തരല്ല. കാരണം എന്താ? അവർ ശുദ്ധഭക്തരായിരുന്നെങ്കിൽ എന്താ ചെയ്യുക? അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന മനോഭാവത്തിൽ നമ്മൾ മാറിപ്പോവും, ഇല്ലേ? ഭഗവാന്റെ സേവനം ചെയ്യുന്നു, അവർ ഭഗവാനെ കുറിച്ച് പറയുന്നു, പറഞ്ഞോട്ടെ, അവർ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുന്നു, ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ വീടുകളിൽ പോലും പലരും ഈ ഭഗവത് സേവനം ചെയ്യുന്ന ആളുകളെ തടസ്സപ്പെടുത്താറുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? അങ്ങനെയുള്ള വ്യക്തികള് ഭഗവാന്റെ സേവനത്തിന് എന്തിനു തടസ്സം നിൽക്കുന്നു? അവര് ഭഗവാന്റെ സേവനം ചെയ്തോട്ടെ, അവരും ഭഗവാനും ആയിക്കോട്ടെ, നമ്മൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കും, ഇല്ലേ? എപ്പോഴും ഭക്തി ഭക്തി എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കേണ്ട കാര്യം എന്താ? ഇതൊക്കെ സന്യാസ ജീവിതത്തിലേക്ക് പോകേണ്ട പ്രായമായില്ലല്ലോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായി? സാരമില്ല അമ്മ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഇതിലൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട? ഇൻവോൾവ് ആവണ്ട. ശുദ്ധ ഭക്തരുമായി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രതികരണ മനോഭാവം കുറയും. പ്രതികരിക്കേണ്ടത് ആരാണ്? കൃഷ്ണ. കൃഷ്ണ കൃത്യമായി പ്രതികരിച്ചോളും. അതാണ് ഭാഗവതത്തിൽ പറയുന്നത്. മനുഷ്യർക്കിടയിൽ അധമോത്തമ ഭേദമില്ലാതാക്കാൻ കരുത്തുറ്റതാണ് ഭഗവത് സേവനത്തിന്റെയും ഒരു പരമഭക്തനിൽ നിന്നുള്ള മാർഗനിർദ്ദേശത്തിന്റെയും പ്രഭാവം എന്ന് പറയുന്നത്. അതായത് മനുഷ്യർക്കിടയില് വലിപ്പ ചെറുപ്പങ്ങൾ ഇല്ലാതാക്കാൻ അത്രയും ശക്തിയുണ്ട്. ആ ചിന്തയില്ലാതെ അവൻ വലിയ നിലയിൽ, ഇവർ ചെറിയ നിലയിൽ, അങ്ങനെയുള്ള ഒരു വേർതിരിവ് മനുഷ്യർക്കിടയിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തി, അത്രയും ശക്തിയുണ്ട്. എന്തിന്? ഭഗവത് സേവനത്തിന്. ഭഗവത് സേവനം ചെയ്യുമ്പോൾ നമുക്ക് വലിപ്പ ചെറുപ്പ ചിന്താഗതികൾ ഉണ്ടാവില്ല. ഒരു പരമഭക്തനിൽ നിന്നുള്ള മാർഗനിർദ്ദേശം, അതായത് നല്ല ഭഗവാന്റെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, ഭഗവാനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് ചിന്തിച്ച് ഭഗവാനെ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പരമഭക്തനിൽ നിന്ന് നമ്മൾ 4 വാക്ക് കേൾക്കുകയാണെങ്കിൽ, ഒരു മാർഗനിർദ്ദേശം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, അത് ഏറ്റവും വലിയൊരു ഉയർച്ചയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഉയർന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രഭാവമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവരിൽ നിന്ന് കേൾക്കുന്നത്. ആർക്കും ഇത് സ്വീകരിക്കാം. ഭഗവാനെ കുറിച്ച് നന്മ പറഞ്ഞു തരുന്നത് ആരായാലും നമുക്ക് എന്ത് ചെയ്യാം? അത് സ്വീകരിക്കാൻ സാധിക്കും. ശുദ്ധ ഭക്തനെ ആശ്രയിക്കുന്ന ഒരു പാമരൻ പോലും അദ്ദേഹത്തിന്റെ സമുചിത നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി വിശുദ്ധനായി തീരുമെന്നാണ് പറയുന്നത്. നമസ്കാരപ്പ പറയുന്നത് മനസ്സിലായില്ലേ? ശുദ്ധ ഭക്തൻ ഭഗവാൻ തന്നെയാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിച്ച് ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ ജീവിക്കുന്ന ഒരു ശുദ്ധ ഭക്തനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് എങ്കിൽ, ഒരു അറിവില്ലാത്ത വ്യക്തി പോലും ആ ശുദ്ധ ഭക്തന്റെ വായയിൽ നിന്ന് കേൾക്കുന്ന വാക്കങ്ങൾ, സമുചിതമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ, അതായത് സമയത്തിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ കേട്ട് വഴങ്ങി ഒരു വിശുദ്ധനായി തീരുന്നു പറയുന്നു. മനസ്സിലായില്ലേ? അറിവില്ലാത്ത ഒരു വ്യക്തി പോലും വിശുദ്ധിയിലേക്ക് ഉയരുന്നു. ഭഗവാനെ കുറിച്ച് ഒരു നല്ല ശുദ്ധ ഭക്തൻ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടാൽ, പ്രകൃതിയുടെ 3 ഗുണങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ജനങ്ങളെ നമ്മൾ വേർതിരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെ? ഏതൊക്കെയാണ്? രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം. ഇങ്ങനെ 3 ഗുണങ്ങൾ. എന്തുകൊണ്ടാണ് ഞാൻ സത്വഗുണം ലാസ്റ്റ് പറഞ്ഞത്?
സത്വഗുണം വളരെ കുറവാണ് കലിയുഗത്തില്. മനസ്സിലായില്ലേ? രജോ ഗുണങ്ങൾ, തമോ ഗുണങ്ങൾ, സത്വഗുണങ്ങൾ, ഇങ്ങനെ പ്രകൃതിയുടെ 3 ഗുണങ്ങളെ ആശ്രയിച്ചിട്ടാണ് മനുഷ്യന്റെ സ്വഭാവം നമ്മൾ വേർതിരിച്ചിരിക്കുന്നത്. ഏറിയവരെ ബ്രാഹ്മണന്മാരായും രജോ ഗുണം കൂടുതലുള്ളവരെ ക്ഷത്രിയന്മാരായിട്ടും ഭരണകർത്താക്കളെ നമ്മൾ രജോസ്തമോ ഗുണങ്ങൾ ഇടകലർന്നവരായിട്ടും വൈശ്യർ അഥവാ കച്ചവടം ചെയ്യുന്നവരെ തമോ ഗുണങ്ങളായിട്ടും ശൂദ്രരായിട്ടൊക്കെ നമ്മൾ കരുതി വരുന്നുണ്ട് ഇല്ലേ? പക്ഷെ ഇന്ന് ബ്രാഹ്മണന്മാര് തന്നെ പലവിധ തെറ്റുകൾ ചെയ്യുന്ന ആളുകളാണ്. ആലോചിച്ച് നോക്കണം. അത് കലിയുഗത്തിന്റെ സ്വഭാവമാണ്. എത്ര ഉയർന്ന രീതിയിൽ നിന്നിട്ടും അവർ തെറ്റുകൾ ചെയ്യുന്നത് കലിയുഗത്തിന്റെ സ്വഭാവമാണ്. ഈ 4 കൂട്ടരുണ്ട്. ഈ 4 കൂട്ടരേക്കാൾ താഴ്ന്ന നിലയിലുള്ളവരാണ് ചണ്ടാളന്മാർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ചണ്ടാളന്മാർ, ഇവരെ പാപയോനികൾ, പാപികളുടെ കുലത്തിൽ ജനിച്ചവരെന്ന് വിളിക്കുന്നു. ചണ്ടാളന്മാരെ പോലെ ജീവിക്കുന്നവർ, ഇപ്പം ഉറപ്പായിട്ട് പറയുകയാണെങ്കിൽ അത്രയും മൃഗീയമായി സ്ത്രീകളോട് ദ്രോഹം ചെയ്യുന്നവര്, കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നവര്, നമുക്ക് കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ ജീവിക്കുന്ന വ്യക്തികൾ, ഇവരെ നമ്മൾ ചണ്ടാളന്മാരെക്കാൾ താഴെയാണ്. അവർ തെറ്റായ യോനിയിലാണ് അവർ ജനിച്ചിരിക്കുന്നത്. പാപയോനികളാണ് അവർ ജനിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അവരെ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്നവര്, കാരണം രാജ്യത്തിനെ ദ്രോഹിക്കുമ്പോൾ എത്ര കോടി ജനങ്ങളുടെ ജീവിതമാണ് അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ആവുന്നത് അല്ലെ? ഒന്നും അറിയാത്ത കുഞ്ഞു പിഞ്ചു പൈതങ്ങൾ വരേക്കും അവിടെ സുരക്ഷയില്ലാതെ മാറുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അതിനൊക്കെ കൂട്ടുനിൽക്കുന്ന അക്രമവാസനയുള്ള വ്യക്തികളെയാണ് നമ്മൾ ചണ്ടാളന്മാരെന്ന് പറയുന്നത്. അതിലും താഴെയുള്ള കുലത്തിൽ ജനിച്ചവരെന്ന് വേണമെങ്കിൽ പറയാം. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള ചണ്ടാളന്മാരുമായിട്ടുള്ള സമ്പർക്കം നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് ഭഗവത്ഗീത നിഷിദ്ധമാക്കി വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അവരുടെ സ്വഭാവ ഗുണം അനുസരിച്ച് അങ്ങനെയുള്ള വ്യക്തികളോട് നമ്മൾ ഒരിക്കലും കൂടാൻ പോവരുത്. എങ്കിലും ഭഗവാന്റെ ശുദ്ധ ഭക്തന്, ഭഗവാന്റെ ശുദ്ധമായിരിക്കുന്ന ഒരു ഭക്തന് എത്രയും താഴ്ന്ന കുലത്തിൽ പിറന്നവരെയും ജീവിതത്തിന്റെ ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഏത് താഴെ കിടക്കയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഭഗവാന്റെ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ശുദ്ധ ഭക്തന് ആ താഴെ കിടക്കുന്ന വ്യക്തിയെ ഉയർന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാ പറയുന്നത്. അത്രയ്ക്ക് മഹത്തരമാണ് ഭഗവത് സേവനം. മനസ്സിലായോ? ഒന്നുമില്ലായ്മേൽ കിടന്ന് നശിച്ചു എന്ന് കരുതുന്നവനെ പോലും കൈപിടിച്ചുയർത്താൻ ശുദ്ധ ഭക്തന് സാധിക്കും. അതാണ് ഭഗവത് സേവനത്തിന്റെ പവർ എന്ന് പറയുന്നത്. കൃഷ്ണനെ ശരണം പ്രാപിക്കുന്നത് കൊണ്ടേ അത് സാധ്യമാവൂ. നമ്മൾ പൂർണ്ണമായി കൃഷ്ണന് ശരണം പ്രാപിച്ചാൽ മാത്രമായിരിക്കും ആ സേവനം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പൂർണ്ണമായിരിക്കുന്ന ശരണാഗതി, പൂർണ്ണമായിട്ട് നമ്മൾ ഭഗവാന് അഭയം പ്രാപിക്കുന്ന ശരണാഗതിയാണ് നമ്മൾ വ്യാപശ്രിത്യ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് വ്യാപശ്രിത്യ എന്ന് പറയുന്നത്? പൂർണ്ണമായി ഭഗവാന് ശരണം പ്രാപിക്കുക എന്ന പദമാണ്. മനസ്സിലായോ? ആ നിലയില് ഭക്തര് ജ്ഞാനികളെക്കാൾ ഉത്കൃഷ്ടരാകുന്നു. അവര് അറിവുള്ളവരെക്കാൾ ഉയർന്ന അവസ്ഥയിലേക്കാണ് അവരെത്തുന്നത്. ഭഗവത്ഗീതയിലെ ശ്ലോകം കംപ്ലീറ്റ് പഠിച്ചു വെച്ചിട്ട് ഇതെല്ലാം എനിക്ക് ബൈഹാർട്ട് അറിയാം, ഞാൻ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ ആളാണെന്ന് വീമ്പ് പറയുന്നതിനേക്കാൾ ഭേദമാണ് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഈ ശിരസൊന്ന് കുനിച്ചു കഴിഞ്ഞാൽ അതാണ് ശുദ്ധഭക്തി. ഭഗവാന്റെ മുമ്പിലും ഭഗവാന്റെ എല്ലാ ജീവാത്മാക്കളുടെ മുമ്പിലും ഏത് പതിതാത്മാവിന്റെ മുമ്പിലും ശിരസ് താഴ്ത്തി കൈകൂപ്പാൻ സാധിച്ചോ ആ വ്യക്തിയെ നമുക്ക് അക്ഷരം തെറ്റാതെ എന്തെന്ന് പറയാം? നമുക്ക് ശുദ്ധഭക്തരെന്ന് പറയാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഹരേ കൃഷ്ണ. അപ്പോ അങ്ങനെയുള്ള ആളുകൾ പിന്നീട് യോഗികളുടെ തലത്തിലേക്കാണ് വരുന്നത്. കാരണം എന്താ? അവനിൽ ക്ഷമയുണ്ട്, അവനിൽ താഴ്മയുണ്ട്. മനസ്സിലായോ? അവനിൽ താഴ്മയുണ്ട്. ഞാൻ എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചാൽ ഒരു കാര്യവും ഇല്ല. അത് ആദ്യം ഓർക്കുക. ഇനി 33-ാമത്തെ ശ്ലോകമാണ്. 34-ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മുടെ ഈ അധ്യായം കംപ്ലീറ്റ് ആവും. ഓക്കെ, 33-ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ കിം പുനർബ്രാഹ്മണ പുണ്യാ ഭക്ത രാജർഷയസ്തദാ തനിത്യാമസുഖം ലോകമിമം പ്രാഭ്യ ഭജസ്വമാം എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അപ്പോൾ പുണ്യാത്മാക്കളായിരിക്കുന്ന ബ്രാഹ്മണരുടെയും ഭക്തരായിരിക്കുന്ന രാജർഷികളുടെയും കഥ പറയാനുണ്ടോ എന്നാ ചോദിക്കുന്നത്. പുണ്യാത്മാക്കളായിരിക്കുന്ന ഭക്തര് അതുപോലെ രാജർഷികൾ, അവരുടെ കഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അനിത്യവും ദുഃഖപൂർണവുമായിരിക്കുന്ന ഈ ലോകത്തിൽ പിറന്നവർ എന്റെ പ്രേമഭക്തി സേവന നിരതരാകുന്നു. ആലോചിച്ച് നോക്കണം. അതായത് ആ നിത്യവും, ഒന്നും നിത്യതയില്ലാത്ത, ഒന്നും ശാശ്വതമില്ലാതെ, അതുപോലെ തന്നെ ഓക്കെ പ്രീതിയമ്മ, അപ്പൊ ഒന്നുമില്ലാത്ത ദുഃഖപൂർണമായിരിക്കുന്ന ഈ ലോകത്തിൽ അല്ലെ, ഒരുപാട് ദുഃഖങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ നമ്മളെ രാവിലെ കണ്ണു തുറക്കുന്നത് മുമ്പേ അലട്ടിക്കൊണ്ടേയിരിക്കും.
അത് ഈ ഒരു കലിയുഗത്തിന്റെ കുഴപ്പമാണ്. അതിൽ ആരും വേദനിക്കേണ്ട. കാരണം എന്താ, ശാശ്വതമായിരിക്കുന്ന കൃഷ്ണൻ നമ്മളെ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അദ്ദേഹം സമയമാവുമ്പോൾ അതിനുള്ള ഉത്തരം നമുക്ക് തന്നിരിക്കും. നമ്മള് വ്യാകുലപ്പെടണ്ട, അല്ലെങ്കിൽ നമ്മൾ ധൃതി പിടിക്കേണ്ട. അദ്ദേഹം കണ്ണോ കാതോ ഇല്ലാത്തവനല്ല. കണ്ണും ഉണ്ട്, കാതും ഉണ്ട്, എല്ലാം അറിയുന്നുണ്ട്. കൃഷ്ണ എന്ന നാമത്തിൽ അദ്ദേഹം ഉണ്ട്. അതുകൊണ്ട് സമയം പോലെ അദ്ദേഹം നമ്മുടെ ദുഃഖം മാറ്റിത്തരും എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. അപ്പോ അങ്ങനെ ആ നിത്യമായിരിക്കുന്ന, നിത്യതയില്ലാത്ത, ദുഃഖപൂർണമായിരിക്കുന്ന ഈ ലോകത്തിൽ പിറന്ന ഏത് വ്യക്തികളുമാവട്ടെ, ആ വ്യക്തികൾ പോലും ഭഗവാന്റെ സേവനം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. അവരുടെ ദുഃഖങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട്. ഭൗതിക ലോകത്തിലെ മനുഷ്യര് പല വർഗങ്ങളിൽപ്പെട്ടവരാണ് അല്ലെ, പല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ആർക്കും ഇതൊരു സുഖമുള്ള സ്ഥലമായി അനുഭവപ്പെടുന്നില്ല. ഏതു വലിയ പൊസിഷനിൽ ഇരിക്കുന്നവനോട് ചോദിച്ചു കഴിഞ്ഞാലും ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ ദുഃഖം ഉണ്ടാവും. മനസ്സിലായോ? എപ്പോഴും കൃഷ്ണനാമം ജപിച്ചിരിക്കുന്നവരാണ്. നമ്മൾ പുറമേന്ന് കാണുമ്പം അവർക്ക് ആരോഗ്യമുണ്ട്, അവർക്ക് വസ്ത്രങ്ങളുണ്ട്, താമസിക്കാൻ നല്ല വീടുണ്ട്, വണ്ടിയുണ്ട്, കുട്ടികളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും അവരെ എന്തൊക്കെയോ ദുഃഖങ്ങൾ അലട്ടുന്നു. അപ്പോ ഏതൊരു സാഹചര്യത്തിൽ ജീവിക്കുന്നവനാണെങ്കിലും, കോടികൾ ബാങ്കിൽ വെച്ചവനാണെങ്കിലും അവന് ദുഃഖമുണ്ട്. ദുഃഖാലയം, കറക്റ്റാണ് കൃഷ്ണകുമാർ സാർ പറഞ്ഞിരിക്കുന്നത്. ദുഃഖാലയം തന്നെയാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. ഇത് ദുഃഖാലയമാണ്. ഇവിടെ ആരും പൂർണ്ണ സുഖത്തോടു കൂടി ജീവിക്കുന്നില്ല. എങ്കിലും അവൻ ചിരിക്കുന്നു. അതാ ചിന്തിക്കേണ്ടത്. എങ്കിലും അവൻ ചിരിക്കുന്നു. നമ്മളൊക്കെ നമ്മുടെ മാത്രം ദുഃഖങ്ങൾ ചിന്തിക്കുമ്പോ, ഞാൻ ഈ മഞ്ജരീസിന്റെ ഈ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ തന്നിരിക്കുന്ന സ്ഥാനമാണ്, ഭഗവാൻ എപ്പോ വേണേലും തിരിച്ചെടുക്കാം, ഭഗവാന് സമർപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊരിക്കലും എന്റെ സ്ഥാനമല്ല കേട്ടോ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. അദ്ദേഹത്തിന്റെ ഒരു ജോലിക്കാരിയായിട്ട് എന്നെ ഇവിടെ ഇരുത്തി. സദാ ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള ഒരു പൂർണ്ണമായിരിക്കുന്ന ജോലിക്കാരി, അത്രയേ ഉള്ളൂ. അപ്പൊ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോ, കൃഷ്ണ ഇതെങ്ങനെ അവർ സഹിക്കുന്നു എന്നാണ് എൻ്റെ ആദ്യത്തെ ചിന്ത പോകുന്നത്. ഭഗവാനെ, അവരെങ്ങനെ സഹിക്കുന്നു, അവർക്ക് എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കുന്നു? ഇതാണ് എൻ്റെ ആദ്യത്തെ ചിന്ത. കാരണം നമ്മളുടെ ഒന്നുമല്ല എന്ന് തോന്നുന്ന നിലയിലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ ഇടുന്ന ഓഡിയോസ്. കേട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെറിയ ഓഡിയോസ് ഇടുന്നു. കാരണം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ബ്ലാങ്ക് ആയി പോകും. സത്യത്തിൽ ഞാൻ സീരിയസ്ലി ഇത്രയൊക്കെ അനുഭവിക്കുന്നുണ്ടോ ഭഗവാനെ എന്ന് ചിന്തിച്ചു. എന്ത് പാപമാണ് ഈ ആത്മാവ് ചെയ്തു പോയത്? കൃഷ്ണ, ആ ദുഃഖത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിക്കിച്ചൂട്ടാ, എനിക്കിത് കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന് എത്രയോ ആളുകളുടെ കാര്യം കേട്ടിട്ട് ഞാൻ ഭഗവാന്റെ മുമ്പിൽ ചോദിച്ചു പോയിട്ടുണ്ട്. അവിടെ എനിക്ക് എന്താ ഭഗവാനോട് പറയാനുള്ളതെന്ന് പോലും ഞാൻ മറന്നു പോയിട്ടുണ്ട്. ചിലപ്പോൾ ആ തിരുനടയിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ശബ്ദമായിരിക്കും എൻ്റെ കാതിൽ കേൾക്കുന്നത്. ആ പറഞ്ഞ വ്യക്തിയുടെ അലമുറയിട്ട കരച്ചില്, അവരനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം, ഇതായിരിക്കും എൻ്റെ കാതിൽ ഞാൻ ചിന്തിക്കുന്നത്. അപ്പ പോലും എത്രയോ നാൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഗുരുവായൂരമ്പലത്തിലെ അവിടെ അല്ലെ ഭഗവാന്റെ അടുത്ത് വന്ന് എത്തുന്നത്. കൃഷ്ണ പാവം. അപ്പോഴും എൻ്റെ കണ്ണുകൾ തേടുന്നത് ഞാൻ കാണാത്ത, എന്നെ കണ്ട ആ വ്യക്തിയായിരിക്കും. അവരിവിടെ എവിടെയെങ്കിലും ഭഗവാൻ വിളിച്ചിട്ട് വന്നിട്ടുണ്ടാവും. കാരണം അത്രയും ദുഃഖത്തിൽ അവർക്ക് ഇരിക്കാൻ കഴിയില്ല. വന്നിട്ടുണ്ടാവോ, അവരായിരിക്കും അത് എന്ന് ചിന്തിച്ചു പോയ സന്ദർഭങ്ങളും ഉണ്ട്. അപ്പൊ നമ്മുടെ ദുഃഖം ഒന്നുമല്ല എന്ന് ഭഗവാൻ നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദുഃഖാലയത്തിൽ നമ്മൾ ജീവിച്ച് തീർക്കുകയാണ് അല്ലെ. പൂർണ്ണമായ സുഖമില്ലാതെ ഈ ദുഃഖാലയത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹൃദയത്തിൽ കൃഷ്ണനുള്ളത് കൊണ്ടാണ്. ഒരു വലിയ ചാക്ക് അരിയെടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ചുമക്കുമ്പോൾ കൃഷ്ണൻ അതിനൊരു കൈത്താങ് തന്നാൽ കുഴപ്പമില്ല, ഇവിടം വരെ എത്തി ഭഗവാനെ എന്ന് ചിന്തിച്ചു പോകും നമ്മൾ. ഭഗവാന്റെ കൈത്താങ്ങില്ലാതെ നമുക്ക് മുന്നോട്ട് കാലടികൾ എടുത്ത് വെക്കാൻ പറ്റില്ല. എന്നാൽ ആർക്കും ഇതൊരു സുഖമുള്ള സ്ഥലമല്ലാന്ന് നമുക്കറിയാം. അനിത്യമസുഖം ലോകം, ഇത് നശ്വരമാണ്. ഈ ലോകം ഇത് നശിച്ചു പോകേണ്ട സ്ഥലമാണിത്. ദുഃഖപൂർണമായിരിക്കുന്ന സ്ഥലമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. ബുദ്ധിയുള്ള ഒരു വ്യക്തിക്കും ഇതൊരു ഇഷ്ടവസതിയല്ല. ഇവിടെ ജീവിക്കാൻ ആർക്കും ഇഷ്ടവസതിയല്ല ഇത് ഇവിടെ ദുഃഖമാണ്. ഒന്നല്ലെങ്കിൽ ഒന്ന് നമ്മൾ പറയും, 2-3 ദിവസം ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. എങ്ങനെ ഹാപ്പി ആയിരുന്നു എന്നാ പറയുന്നത്? ഏത് തരത്തിൽ ഹാപ്പി ആയിരുന്നു എന്നാ പറയണത്? വളരെ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ സന്തോഷം തന്നു കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. പക്ഷേ ആ സന്തോഷങ്ങൾക്ക് ഇരട്ടി കണ്ട് നാളൊരു ദുഃഖം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഇല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പല പാട്ടുകളിലും പഴയ കവികൾ എഴുതിയിരിക്കുന്നത്, ചിരിക്കുന്ന മുഖങ്ങൾക്ക് ഒരു ദുഃഖമുള്ള ഭാവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം. എന്തിനും ഇരുവശങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ പറയുന്നത്. അതുകൊണ്ട് ബുദ്ധിയുള്ള ഒരു വ്യക്തിക്കും ഇതൊരു ഇഷ്ടവസതിയല്ല ഈ ഭൂമി എന്ന് പറയുന്നത്. ഈ ലോകം ഇത് നശ്വരമാണ്, ദുഃഖപൂർണമാണെന്ന് ഭഗവാൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഈ ഭൂമിയിൽ നിങ്ങൾ എന്തിനു സുഖം തേടി അലയുന്നു? ഇത് ദുഃഖപൂർണമാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ശ്രീമദ് ഭാഗവതത്തില്. ഇത് നശ്വരമാണ്, ഞാനിത് നശിപ്പിക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇടിച്ചു പൊളിച്ച് കളയാനുള്ള ഒരു വീട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വീണ്ടും പുതുക്കി പണിയോ? ഇല്ല. കാരണം എന്താ? ഇന്നല്ലെങ്കിൽ നാളെ അത് പൊളിച്ചു കളയേണ്ടതാണ്. അതേപോലെ ഇന്നല്ലെങ്കിൽ നാളെ ഇത് നശിച്ചു പോകേണ്ട സ്ഥലമാണ്. അവിടെ ദുഃഖം മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് നമ്മൾ സുഖം തേടി അലയണ്ട. കിട്ടുന്ന സമയം ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് വാക്കുതർക്കങ്ങൾക്ക് പോകാതെ, എന്താ പറയാ, യാതൊരു തലത്തിലുള്ള പ്രശ്നങ്ങൾക്കും റിവഞ്ചിങ് മെന്റാലിറ്റിക്കും പോകാതെ ഉള്ള സമയം കൃഷ്ണാവബോധത്തെ ഉള്ളിൽ തങ്ങി നിർത്തിക്കൊണ്ട് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുക. ഈ പോകുന്ന ദുഃഖപൂരിതമായിരിക്കുന്ന വഴികളിൽ ഭഗവാൻ ഒരു ആശ്വാസമായി നമ്മുടെ കൂടെ ഉണ്ടാവും. ചില തത്വജ്ഞാനികള്, പ്രത്യേകിച്ചു മായാവാദികൾ പറയുന്നത് ഈ ലോകം മിഥ്യ മാത്രമാണെന്നാണ്. അവർക്ക് ഈ ലോകം മായയാണെന്നാണ് അവർ പറയുന്നത്. ഈ പ്രപഞ്ചം മിഥ്യയല്ലെന്ന് നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് മായയല്ല, ക്ഷണികമാണ്. ഈ ലോകം മിഥ്യയല്ല, ഈ ലോകം ഉള്ളതാണ്, പക്ഷെ മായയുമല്ല, ക്ഷണികമാണെന്നാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. ക്ഷണികം, വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമേ ഈ ലോകം ഉണ്ടാവൂ. ക്ഷണികം എന്നതും മിഥ്യ എന്നതും ഒന്നല്ല. ക്ഷണികം എന്ന് പറഞ്ഞാൽ കുറച്ചു നേരത്തേക്ക്, മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നുന്ന അവസ്ഥ. ഇത് രണ്ടും രണ്ടാണ്, മനസ്സിലായില്ലേ? അപ്പോ മായാവാദികൾ പറയുന്നത് എന്താണ്? ഇത് മിഥ്യയാണ്, മിഥ്യയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇത് മിഥ്യയല്ല, ഇത് ക്ഷണികമാണ്. സംഭവം ഉണ്ട്, പക്ഷെ കുറച്ചു നേരത്തേക്കുള്ളൂ, പെർമനന്റ് അല്ല എന്നാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. ഈ ലോകം ക്ഷണികമാണ്. മറ്റൊരു ലോകമുണ്ട് ശാശ്വതമായിട്ട്. എവിടെയാണ്? ഭഗവാന്റെ ലോകം, ആധ്യാത്മിക ലോകം, അതായത് ഗോലോകമുണ്ട്. ഇത് ദുഃഖപൂർണമെങ്കിൽ അത് ശാശ്വതവും ആനന്ദമയവുമാണ്. മനസ്സിലായില്ലേ? ഇത് ദുഃഖപൂർണമാണെങ്കിൽ അത് ആനന്ദമയമാണ്. ഇത് ശാശ്വതമല്ലെങ്കിൽ അത് ശാശ്വതമാണ്. നമ്മളെല്ലാം വന്നിരിക്കുന്നത് അവിടെ നിന്നാണ്. നമുക്കിനി തിരിച്ചു പോകേണ്ടതും അവിടെയാണ്. ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ട് നമുക്കൊരു ലക്ഷ്യമുണ്ട് തിരിച്ചു പോകാൻ, വീട്ടിലേക്ക്, അല്ലെ? അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? എന്റെ വീടെത്തി, പെർമനന്റ് ആയി എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അതേപോലെ നമ്മളെ ജീവിതം ഇങ്ങനെ ഒരു യാത്രയാണ്. ഈ യാത്രയിൽ പെർമനന്റ് ആയിരിക്കുന്ന ഒരു സങ്കേതത്തിലേക്ക് നമ്മൾ പോകണം. എവിടേക്കാ പോണ്ടത്? ഗോലോകത്തേക്ക്, ഭഗവാന്റെ ധാമത്തിലേക്കാണ് നമ്മൾ പോണ്ടത്. ആ ധാമത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് മാത്രമാണ് ഈ യാത്ര എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ദുഃഖപൂർണമായിരിക്കുന്ന, ശാശ്വതമല്ലാത്ത, മിഥ്യയാണെന്ന് നമ്മൾ പറയുന്ന, ഈ മായയാണെന്ന് പറയുന്ന ഈ ലോകത്ത് നിന്ന് നമുക്ക് യാത്ര പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമാണ് ഈ ജീവിതം. അതിനായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. വിദേശത്തേക്ക് പോകാൻ എല്ലാ സർട്ടിഫിക്കറ്റുകളും റെഡിയാക്കില്ലേ? ദിവസം കാത്തിരിക്കില്ലേ? അതേപോലെ ഭഗവാന്റെ ലോകത്തേക്ക് പോകാനുള്ള ഈ യാത്രയെ ഹൃദയം കൊണ്ട് വരവേൽക്കുക. ഒന്നും ഇവിടെ ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ അധ്യായം 9 അവസാനത്തെ എന്താണ് ശ്ലോകമാണ്, 34ാമത്തെ ശ്ലോകം. ജീവിതത്തിൽ ഇനി രാജവിദ്യ, രാജഗുഹ്യ യോഗം കേൾക്കില്ല. ആ അധ്യായത്തിൽ നമ്മൾ പോവാണ്. ഓക്കെ, അപ്പോ നമ്മള് 34ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നു. മന്മനാ ഭവ മത് ഭക്തോ മദ്യാജിമാം നമസ്കുരു മാമേ വൈശ്യസി യുക്താത്വാത്മാന മത് പരായണ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ എന്നിൽ മനസ്സുറപ്പിക്കുക. മന്മനാ ഭവ മത് ഭക്തോ, എന്നിൽ മനസ്സുറപ്പിക്കുക, ഭക്തനാവുക. മത് ഭക്തോ, എന്റെ ഭക്തനാവുക. എന്നെ ആരാധിക്കുക. മാം നമസ്കുരു എന്ന് പറഞ്ഞാൽ എന്നെ ആരാധിക്കുക, പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. അതായത് മാമേ വൈശ്യസി യുക്താത്മാത്മാനാം മത്പരായണ, നീ എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് ജീവിക്കുന്നത് കൊണ്ട് ഉറപ്പായിട്ടും നീ എന്നെ പ്രാപിക്കുമെന്ന് ഭഗവാൻ ഉറപ്പ് തരാണ്. അപ്പൊ ഒരിക്കലും ഭഗവാനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? പുറത്തേക്ക് വരാൻ പാടില്ല. മലിനമായിരിക്കുന്ന ഈ ഭൗതിക ലോകത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന്, ഈ ലോകത്തിന്റെ ഒരുപാട് കെട്ടുപാടുകളിൽ നമ്മളിങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്, അല്ലെ? ഈ കെട്ടുപാടുകളിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ കൃഷ്ണാവബോധമല്ലാത്ത ഒരു വഴിയും നമുക്കില്ല. എന്ന് തീരും ഭഗവാനെ ഈ പ്രശ്നങ്ങൾ? ഈ പ്രശ്നങ്ങൾക്ക് എന്നൊരു അവസാനമുണ്ട്, ഈ ദുഃഖത്തിന് എന്നൊരു അവസാനമുണ്ട്. ഓർമ്മ വെച്ച് നാളെ മുതലേ കരയുന്നതാണ്. ഇതിനൊരു അവസാനമില്ലേ എന്ന് ചോദിച്ചാൽ അവസാനമുണ്ട്. കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുക, അതിൽ നമുക്ക് അവസാനമുണ്ട്. ഉറച്ചു നിൽക്കുമ്പോ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വരുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷേ ഒന്ന് ഉറപ്പിക്കുക, അതിനേക്കാൾ വലിയ പ്രശ്നമല്ല അത്. പ്രശ്നങ്ങൾ വേഗം ഭഗവാൻ തീർക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഒരു ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ ടാങ്കിൽ നിറച്ചു വെള്ളം വെച്ചിട്ട് ഒരു ടാപ്പ് മെല്ലെ തുറന്നാൽ കുറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ ഇറ്റിപ്പോവും. സ്പീഡിൽ തുറന്നാൽ സ്പീഡിൽ വെള്ളം അങ്ങോട്ട് പോയി തീരും, അല്ലെ? എന്നിട്ടോ ആ ടാങ്ക് കാലിയായി വെള്ളം വരുന്നത് അവിടെ സ്റ്റോപ്പ് ആവും. ഇതേപോലെ ജീവിതത്തില് കൃഷ്ണാവബോധത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഇങ്ങ് മലവെള്ളപ്പാച്ചിരി പോലെ വരും.
എന്നിട്ടോ എല്ലാം അങ്ങോട്ട് അടിച്ച് തീർക്കും ഭഗവാൻ. കഴിഞ്ഞ് പിന്നെ സ്വസ്ഥമായിട്ടിരിക്കാം. അപ്പൊ ആ പെട്ടെന്ന് പ്രശ്നങ്ങൾ തീർക്കാനുള്ള വഴി നമ്മൾ ആലോചിക്കുക. അതിന് ഈ ശ്ലോകത്തിൽ ഉറപ്പ് പറയുന്നുണ്ട്, ചില തത്വദീക്ഷയില്ലാത്ത ഭാഷ്യകാരന്മാർ വ്യക്തമായി അർത്ഥത്തെ വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയാ അവർ വളച്ചൊടിക്കുന്നത്? സർവസേവനങ്ങളും ഭക്തിപൂർവം ഭഗവാൻ കൃഷ്ണൻ അർപ്പിക്കേണ്ടതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉറപ്പായിട്ടും കൃഷ്ണന് എല്ലാ കാര്യങ്ങളും നമ്മൾ ഭക്തിയോടുകൂടി സമർപ്പിക്കുക. അതാണ് ഇതിന്റെ അർത്ഥം. നിർഭാഗ്യവശാൽ ഈ ചില ആളുകൾ, മായാവാദികള്, അപ്രായോഗികമായിട്ട് ഒരാവശ്യമില്ലാണ്ട് ഇല്ലാത്ത വഴിക്കാണ് ഭക്തരെ കൊണ്ടുപോകുന്നത്. അവർ പറയും, നിങ്ങൾ ഇത്രയും കാലം ജപിച്ചിട്ട് എന്ത് കിട്ടി, നിങ്ങൾ എന്ത് നേടി? ഈ ചോദ്യമാണ് അവരുടെ വായിൽ നിന്ന് വരുന്നത്. അതിനൊരു അർത്ഥവും ഇല്ല, ഒരു കഴമ്പുമില്ല. കൃഷ്ണനും കൃഷ്ണന്റെ മനസ്സിനും തമ്മിൽ വ്യത്യാസമില്ല എന്നിവർക്ക് അറിഞ്ഞുകൂടാ. കൃഷ്ണന്റെ നാമം, കൃഷ്ണൻ, ഭക്തൻ, ഇതൊന്നും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. വെറും ഒരു മനുഷ്യനല്ല കൃഷ്ണൻ. പിന്നെയോ പരമസത്യമാണ് കൃഷ്ണ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം ഒന്നാണ്. നിരപേക്ഷകനാണ് കൃഷ്ണൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ചൈതന്യ ചരിതാമൃതത്തിന് എഴുതിയ അനുഭാഷ്യം എന്ന് പറയുമ്പോ ആദ്യ ലീലയിൽ പറയുന്നുണ്ട്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ കൂർമ്മ പുരാണത്തിൽ നിന്ന് ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്? ദേഹദേഹി വിധേഭായം നേശ്വര വിദ്യത്തെ ക്വചിത് എന്ന് പറയുന്നുണ്ട്. അതായത് ഈശ്വരനായിരിക്കുന്ന കൃഷ്ണനിൽ നിന്ന് ദേഹം, ദേഹി എന്നിങ്ങനെയുള്ള വ്യത്യാസം ഇല്ല. ദേഹദേഹി വിഭേഭോയം നേശ്വര വിദ്യതേ ക്വചിത്, ഒന്നും വ്യത്യാസമില്ല. പിന്നെയോ എന്നിങ്ങനെയുള്ള വ്യത്യാസമില്ലാതെ. എന്നാൽ കൃഷ്ണനെ കുറിച്ചുള്ള ഈ ശാസ്ത്രം, ഗീത എന്ന് പറയുന്ന ഭാഗവതം എന്ന് പറയുന്ന ഈ ശാസ്ത്രം സാധാരണമായിരിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവരെന്താ പറയാ? 24 മണിക്കൂർ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു, ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നു, ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ കിട്ടാതെ എല്ലും ഇറച്ചി മീനും തിന്നുകൊണ്ടിരിക്കുന്നു, അതൊന്നും തിന്നാതെ അതൊക്കെ ഒഴിവാക്കി ഇങ്ങനെ ഒരു സന്യാസിയെ പോലെ ജീവിക്കുന്നു, പ്രോട്ടീന് വേണം, ഇതൊക്കെ കഴിക്കണം, ഇങ്ങനെയുള്ള പല ഈ പ്രോട്ടീനൊക്കെ ചേർത്ത് വെച്ചിട്ട് എത്ര കാലം ഇവിടെ ജീവിക്കുന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ജീവിക്കുന്നിടത്തോളം ജീവിക്കാം എന്ന് പറയുമ്പോ ചിലപ്പോ എത്ര കാലം ജീവിക്കുന്നു നിങ്ങൾക്ക് അറിയാമോ? നാളെ രാവിലെ എഴുന്നേൽക്കുമെന്നറിയോ? ഇല്ലല്ലേ. 1000 കൊല്ലം ജീവിക്കേണ്ടവൻ അരനിമിഷം കൃഷ്ണാവബോധത്തിൽ ജീവിക്കുകയാണെങ്കിൽ ആ അരനിമിഷമാണ് നമ്മുടെ ജന്മം പൂർത്തീകരിക്കുന്നത്. അത് മനസ്സിലാക്കുക. നമുക്ക് ഒരു പ്രോട്ടീന്റെ ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് മനുഷ്യന്മാര് ജീവിച്ചിട്ടുണ്ടായിരുന്നു നല്ല ആയുസ്സോടുകൂടി. അന്ന് ക്യാൻസർ സെന്ററുകൾ കുറവായിരുന്നു, ഇല്ലേ? ആലോചിച്ച് നോക്കൂ. പല പല ആശുപത്രികൾ കുറവായിരുന്നു, പല പല ടെസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല, കൊറോണ ഉണ്ടായിരുന്നില്ല. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് മനുഷ്യൻ ആരോഗ്യത്തോടുകൂടി ദൃഢഗാത്രരായിട്ട് മണ്ണിൽ പണിയെടുത്ത് ജീവിച്ചൊരു സംസ്കാരം നമുക്കുണ്ട്. ഇന്ന് ആ മണ്ണ് ചവിട്ടിയാൽ കാലിൽ അഴുക്കാവും എന്ന് പറയുന്ന സമൂഹമാണ് നമ്മളുടേത്. ആലോചിച്ചു നോക്കണം. അപ്പൊ ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് കൃഷ്ണാവബോധത്തോടുകൂടി ഭഗവാന്റെ ശക്തിയായിരിക്കുന്ന പ്രകൃതിയിലേക്ക് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ സാധിച്ചാൽ അതായിരിക്കും ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല നിമിഷം എന്ന് പറയുന്നത്. അവർ കൃഷ്ണനെ ഒളിപ്പിക്കുകയാണ് മായാവ്യാവാദികൾ. എന്തിനാണ്? അവർ നന്മയിലേക്ക് പോകണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് കൃഷ്ണനെ കുറിച്ച് അപവാദം പറഞ്ഞ് മായാവാദികൾ ഒളിപ്പിക്കുകയാണ്. ഭഗവാന്റെ വ്യക്തിത്വത്തെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നോ മനസ്സിൽ നിന്നോ ഒരിക്കലും നമുക്ക് വിഭജിക്കാൻ കഴിയില്ല. അതിന് ശ്രമിക്കുകയാണ് ഈ മായാവാദികൾ. കൃഷ്ണനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ജനങ്ങളെ ഇങ്ങനെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നത്. ചില വ്യക്തികൾ അത് കേട്ട് മുതലെടുക്കുന്നു. എന്തിന്? കൃഷ്ണനെ കുറിച്ച് ആരുടെ വായിൽ നിന്ന് കേൾക്കാൻ സാധിച്ചാലും അത് കേൾക്കുക. ആസുര സ്വഭാവികളായിരിക്കുന്ന ചില ആൾക്കാരുണ്ട്, അസുര സ്വഭാവമുള്ളവര്. അവരും കൃഷ്ണനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. കൃഷ്ണന്റെ മാമനായിരിക്കുന്ന കംസൻ ചെയ്തിരിക്കുന്നത് പോലെ ദേഷ്യത്തോടെ. കംസൻ ഒരു ശത്രുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് കൃഷ്ണനെ പറ്റി ചിന്തിച്ചത്. പക്ഷേ കൃഷ്ണനെ കൊല്ലണം, കൃഷ്ണനെ കൊല്ലണം, കൃഷ്ണനെ കൊല്ലണം എന്ന് പറയുമ്പോൾ കൃഷ്ണനെ കുറിച്ച് അയാൾ അവിടെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സദാ കൃഷ്ണനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ കൃഷ്ണൻ എന്നെ കൊല്ലാൻ വരുന്നത് എന്ന് പേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ രാജാവ്, അല്ലെ? കൃഷ്ണന്റെ മാമനായിരിക്കുന്ന കംസൻ പേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴാ അവൻ എന്നെ കൊല്ലാൻ വരിക, കൃഷ്ണൻ എപ്പോഴാ എന്നെ കൊല്ലാൻ വരിക, അതിനു മുമ്പ് എനിക്ക് കൃഷ്ണനെ കൊല്ലണം. ഇവിടെ ചിന്തയിൽ കൃഷ്ണനാണ്. നല്ലത് ചിന്തിച്ചാലും ചീത്ത ചിന്തിച്ചാലും ആ രാജാവിന്റെ മനസ്സിലുള്ള ചിന്ത കൃഷ്ണനെ കുറിച്ചായിരുന്നു. അങ്ങനെയുള്ള സ്മരണ നമ്മെ സഹായിക്കില്ല. മനസ്സിലായില്ലേ? പ്രേമ ഭക്തി പുരസരമാവണം കൃഷ്ണനെ സ്മരിക്കുന്നത്. കൃഷ്ണൻ എപ്പോ എന്നിലേക്ക് വരും? കൃഷ്ണ, ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. കൃഷ്ണ, ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. ജയ് ശ്രീ രാധേ രാധേ, കൃഷ്ണ കൃഷ്ണ. ഇങ്ങനെ നമ്മൾ സ്നേഹത്തോടെ, പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ
ഇത്രയും കോടി ജന്മങ്ങൾ കൊണ്ട് ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് എല്ലാം അറുതി വരുത്താനായി, കൃഷ്ണാവബോധത്തിൽ ഉയരാനായി, ഞാൻ നിന്നിലേക്ക് ലയിക്കാനായി, കൃഷ്ണ ഞാൻ നിന്നെ കാത്തിരിക്കുന്നു, എന്ന് വരും കൃഷ്ണ എന്ന് ആ ഒരു വിളിക്കായി, ആ ഒരു വരവിനായി നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ അതാണ് ഭക്തി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഭക്തി. കൃഷ്ണന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പാണ് ഭക്തി എന്ന് പറയുന്നത്. കൃഷ്ണനെ കുറിച്ച് കിട്ടുന്ന അറിവ് എപ്പോഴും നമ്മൾ വളർത്തിക്കൊണ്ടേയിരിക്കണം. ആ അറിവ് നേടുന്ന പ്ലാറ്റ്ഫോമുകളിൽ നിൽക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന് പറയുന്നത് ആസുരിക സ്വഭാവമാണ്. അങ്ങനെയുള്ള അസുര വ്യക്തികളുമായിട്ട് നമ്മൾ ഒരിക്കലും ചേർന്ന് പോകാൻ പാടില്ല. എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്? അത് വിശ്വസ്തനായിരിക്കുന്ന ഒരു ഗുരുവിൽ നിന്ന് പഠിക്കണം. ആ വ്യക്തി നമ്മളെ കൊണ്ടുപോകുന്നത് കൃഷ്ണാവബോധത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമ്മൾ അത് പഠിച്ചെടുക്കണം. പരമപുരുഷനാണ് കൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ശരീരം ഒരിക്കലും ഭൗതിക ശരീരമല്ല, നമ്മളെ പോലെയുള്ള ശരീരമല്ല അദ്ദേഹത്തിന്. സച്ചിദാനന്ദമയമാണ് എന്ന് നമ്മൾ പലതവണ പഠിച്ചിട്ടുണ്ടല്ലേ. കൃഷ്ണനെ കുറിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ ഒരാളിൽ ഭക്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒരു വ്യക്തിയെ ഭക്തിയിലേക്ക് ഉയർത്താൻ ഇങ്ങനെയുള്ള അറിവുകൾ സഹായിക്കും. എന്നാൽ ശരിയായിരിക്കുന്ന ഒരു വഴിയിലൂടെ അല്ല നമ്മൾ ഇതൊന്നും നേടുന്നത് എങ്കിൽ നമ്മൾ കൃഷ്ണനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല, ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, നമുക്കറിയാം ഏത് ക്ലാസ്സിലൂടെയാണ് നമുക്ക് കൃഷ്ണനെ കുറിച്ച് കൂടുതൽ മനസ്സിലാവുന്നത് എന്ന്, അല്ലെ? ആര് പറഞ്ഞു തന്നാലാണ് നമുക്ക് മനസ്സിലാവുന്നത്? ഇപ്പൊ ഞാൻ പോലും പല പല ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ചിലതെനിക്ക് മനസ്സിലാവില്ല, ചിലതെനിക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അവിടെ കൃഷ്ണയുടെ ഒരു പ്രസൻസ് ഉണ്ട്. കൃഷ്ണ വിചാരിക്കുന്നു ഇന്ന വ്യക്തിയിലൂടെ ഇന്ന വ്യക്തികൾ പഠിക്കട്ടെ, അവർ തമ്മിൽ സിങ്ക് ആവട്ടെ എന്ന് കൃഷ്ണ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ കൃഷ്ണയുടെ പ്രസൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? അവിടെ കൃഷ്ണയുടെ പ്രസൻസ് ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ കൃഷ്ണനെ കുറിച്ച് ഒരാൾ പറഞ്ഞു തരുമ്പോ അത് നമ്മൾക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ വാക്കുകൾ കയറുന്നുണ്ടെങ്കിൽ കൃഷ്ണയുടെ പ്രസൻസ് ആ പറയുന്നവനിലും കേൾക്കുന്നവനിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ചില ആളുകൾ പറയുമ്പം അവരെവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിപ്പിക്കുന്നു, അവരെന്താണ് പറഞ്ഞു വരുന്നത് നമുക്ക് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുമുണ്ട്. അപ്പൊ കൃഷ്ണ പ്രസൻസ് ഉള്ളിടത്തുനിന്ന് നമ്മൾ അത് കേൾക്കുക. ഇവിടെ ശ്രീല പ്രഭുപാജിയുടെ വാക്കുകളിലൂടെ കൃഷ്ണ പ്രസൻസ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെ? പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നിരന്തരം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ ശ്രീല പ്രഭുപാജിയിൽ ആരുണ്ട്? കൃഷ്ണ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ അത്രയും എളുപ്പമായിട്ടും അത്രയും മനോഹാരിതയോടുകൂടി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ കൃഷ്ണ തങ്ങി നിൽക്കുന്നത്. അതിനാൽ ഭക്തൻ കൃഷ്ണന്റെ ആദിമവും ശാശ്വതവുമായിരിക്കുന്ന രൂപത്തിൽ മനസ്സ് വെച്ചുകൊണ്ടേയിരിക്കണം. ഒരു ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി ഭഗവാന്റെ രൂപം ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. കൃഷ്ണന്റെ ആ ഒരു പരമപ്രഭാവത്തിൽ ദൃഢവിശ്വാസത്തോടുകൂടി സേവന കർമ്മങ്ങളിൽ ഏർപ്പെടണം. ഭഗവാനോടുള്ള വിശ്വാസത്തിൽ ഭഗവാന്റെ സേവനം നമ്മൾ ചെയ്യണം. കൃഷ്ണാരാധനയ്ക്ക് ഉതകുന്ന ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ നൂറുകണക്കിനുണ്ട്. ഇഷ്ടം പോലെ കൃഷ്ണയുടെ ആരാധനയ്ക്കുള്ള ക്ഷേത്രങ്ങളുണ്ട്. അവിടെയെല്ലാം ഭക്തിയോടുകൂടി നമ്മൾ സേവനം അനുഷ്ഠിക്കണം. അത്തരം സന്ദർഭങ്ങളിൽ കൃഷ്ണന് നമ്മൾ പ്രണാമം പറയണം. വിഗ്രഹത്തിന് മുന്നിൽ തല കുനിക്കണം. നമ്മൾ എപ്പോഴും ഏത് വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നാലും നമ്മൾ എത്ര വലിയ ആളുകൾ നമ്മളെ സ്വീകരിച്ചാലും എത്ര ചെറിയ ആളുകൾ സ്വീകരിച്ചാലും ആ വീട്ടിൽ ഒരു കൃഷ്ണ വിഗ്രഹമുണ്ടോ ആ വിഗ്രഹത്തിന് മുമ്പിൽ നമ്മൾ തലകുനിച്ച് നമസ്കരിക്കണം. കാരണം ഇരിക്കുന്നത് ഭഗവാനാണ്, ഒരു വിഗ്രഹമല്ല അത് ഷോയ്ക്ക് വെച്ചൊരു വസ്തുവല്ല. ഇനി ആ വീട്ടുകാരത് ഷോക്കേസിൽ വെച്ചാൽ നമ്മൾക്കത് പരമദിവ്യോത്തമ പുരുഷനാണ്. ആ പരമദിവ്യോത്തമ പുരുഷനെ നമസ്കരിക്കണം. നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോ അവിടെ മുതിർന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഉടനെ നമ്മൾ അവരെ കാലിൽ തൊട്ട് നമസ്കരിക്കും. കാരണം എന്താ? വയസ്സല്ല, അനുഭവം കൊണ്ട് ആ വ്യക്തികൾ ഉയർന്ന നിലയിലാണ്. നല്ലതോ ചീത്തയോ ആവട്ടെ, അനുഭവങ്ങളിൽ അവർ നമ്മളെക്കാൾ മുകളിലാണ്, അല്ലെ? അതുകൊണ്ട് നമ്മൾ അവരെ ബഹുമാനിക്കുന്നു. അപ്പൊ അതേപോലെ പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന കൃഷ്ണ എവിടെ കണ്ടാലും നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഭഗവാന്റെ മുന്നിൽ പോയി തലകുനിച്ച് നമസ്കരിക്കണം. ഒരു രാജാവ് ഇരിക്കുന്ന കാലത്ത് രാജകൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ അടിയൻ എന്ന് പറഞ്ഞാണ് നമ്മൾ തലകുനിക്കാറ്, അല്ലേ? നമ്മൾ ഒരു ഉയർന്ന ഓഫീസിൽ ചെല്ലുമ്പോൾ ആ ഓഫീസർ പറയാണ് ഇരിക്കുന്ന കുഴപ്പമില്ല സർ എന്ന് പറയുന്ന ആ മനോഭാവം നമ്മൾക്കുള്ളിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന കൃഷ്ണന്റെ മുമ്പിൽ നമുക്ക് തലകുനിച്ച് നമസ്കരിക്കാൻ പറ്റുന്നില്ല? എന്റെ വീട്ടിൽ കൃഷ്ണനുണ്ട്, ഞാൻ വിളക്ക് വെച്ചാണ് വരുന്നത്, അതുകൊണ്ട് ഈ വീട്ടിൽ കൃഷ്ണനെ കണ്ടാൽ നമ്മൾ പോവില്ല എന്നാണോ? ഒരിക്കലുമല്ല. ആ കൃഷ്ണനെ നമ്മൾ നമസ്കരിക്കണം. അവിടെയാണ് ഭക്തിയുടെ സ്റ്റാർട്ടിങ്, അവിടെയാണ് കൃഷ്ണാവബോധത്തിന്റെ അടിസ്ഥാനം. അത് കാണുന്ന മറ്റു വ്യക്തികൾ എന്താ ചിന്തിക്കുക?
അവര് കണ്ടോ, ഭഗവാനെ കണ്ടതും നമസ്കരിച്ചു. ഇത് കാണുന്ന ആ വ്യക്തികളും അത് ഫോളോ ചെയ്യുമ്പോ നമ്മൾ അവർക്കൊരു മാർഗനിർദ്ദേശികളാവുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ഒരു മാർഗനിർദ്ദേശികളാവുകയാണ്. കൃഷ്ണാരാധനയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അതാണ് ആദ്യം വേണ്ടത്. അപ്പോ ആ വിഗ്രഹത്തിന് മുമ്പിൽ തലകുനിച്ച് തന്റെ ശരീരത്തെയും മനസ്സിനെയും കർമ്മങ്ങളെയും എല്ലാം കൃഷ്ണാർപ്പണമാക്കി തീർക്കണം. എല്ലാം കൃഷ്ണാർപ്പണമാക്കി തീർക്കണം. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അങ്ങനെ വ്യതിചലിക്കാതെ, കൃഷ്ണാവബോധത്തിൽ നിന്ന് പുറത്തു പോകാതെ കൃഷ്ണനിൽ സ്വയം മുഴുകിയിരിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് കൃഷ്ണലോക പ്രാപ്തിക്ക് നമ്മളെ സഹായിക്കും. അദ്ദേഹത്തിന്റെ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഈ അവസ്ഥ നമ്മളെ സഹായിക്കും. തത്വദീക്ഷയില്ലാത്ത ഭാഷ്യകന്മാരെ പിന്തുടർന്ന് വഴിതെറ്റി പോകരുത്. അത് ശരിയല്ല, ഇത് ശരിയല്ല, ഇവര് ശരിയല്ല, ഇവര് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വഴിതെറ്റിക്കാൻ വരുന്നവരോട് പറയാ, 10 അടി മാറി നിൽക്കുക. എനിക്കറിയാം ശരിയും തെറ്റും എന്താണെന്ന്. ഞാൻ കൃഷ്ണാവബോധം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് എന്തെങ്കിലും തെറ്റുകൾ തോന്നുന്ന, ഞാൻ പോകുന്ന വഴികൾ തെറ്റാണെങ്കിൽ എന്റെ ഭഗവാൻ അതെന്നെ ഓർമ്മപ്പെടുത്തും എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ പഠിക്കുന്നിടത്താണ് കൃഷ്ണലോകത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കുക. കൃഷ്ണ കഥകളിലൂടെ, ശ്രവണം, കീർത്തനം അങ്ങനെയുള്ള 9 ക്രിയകളിലൂടെ ഭക്തിനിരതമായിരിക്കുന്ന ഭഗവത് സേവനമാണ് മനുഷ്യവർഗത്തിന്റെ ഏറ്റവും ഉയർച്ച എന്ന് പറയുന്നത്. 9 സേവനങ്ങളിലൂടെ നമുക്ക് ആ പരമദിവ്യോത്തമ പുരുഷനിലേക്ക് അടുക്കാൻ സാധിക്കും. ഗവേഷണപരമായിരിക്കുന്ന ജ്ഞാനം, അതായത് ഒരു സയന്റിസ്റ്റ് എങ്ങനെയാണോ കണ്ടുപിടുത്തങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത്, അങ്ങനെയുള്ള അറിവുകള്, അഷ്ടാംഗ യോഗം, കാമ്യ കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം നമ്മൾ മുക്തി നേടിക്കഴിഞ്ഞാൽ ശുദ്ധിഭക്ത സേവനത്തിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തികച്ചും പരിശുദ്ധി നേടാത്ത വ്യക്തികൾ നിരാകാര ബ്രഹ്മജ്യോതിസിലും സ്ഥാനീയ പരമാത്മാവിലും ആകൃഷ്ടരായി പോവും. നല്ല പരിശുദ്ധി നേടിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നിലും ആകർഷിക്കപ്പെടില്ല. ഗുരുവായൂരപ്പ എന്ന നാമത്തിൽ നമ്മൾ അങ്ങ് ലയിച്ചു ചേരും. എല്ലാം മറന്ന് എന്താണോ ചോദിക്കാൻ ഗുരുവായൂർ നടയിൽ പോയത് അതും മറന്ന്, ഭഗവാനെ അങ്ങയുടെ അലങ്കാരം എത്ര മനോഹരമായിരിക്കുന്നു, അങ്ങേ കാണാൻ എനിക്ക് സാധിച്ചല്ലോ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുകളിൽ കൃഷ്ണനെ മാത്രം കാണാൻ സാധിക്കും. ആ കണ്ണുകളിൽ നമുക്കറിയാം അവരുടെ അനുഭൂതി, ഭഗവാനെ കാണുമ്പോഴുള്ള ആ ആനന്ദമായിരിക്കുന്ന അനുഭൂതി. അവരിൽ പറയാൻ വന്നത് ഒന്നും ഓർമ്മയുണ്ടാവില്ല, പക്ഷേ ആ ഹൃദയത്തിൽ എന്താണെന്ന് പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന കൃഷ്ണ അറിയാൻ സാധിക്കും. ആ സന്തോഷം കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യും? എന്റെ ഭക്തന് നാശമില്ല, നീ എന്റെ മുമ്പിൽ എത്തിയില്ലേ, നിനക്ക് നാശമില്ല എന്ന് ഭഗവാൻ നമുക്ക് ഉറപ്പ് നൽകുന്ന അവസ്ഥയാണത്. എന്നാൽ ആ ശുദ്ധ ഭക്തർ ഭഗവാനെ നേരിട്ട് സേവിക്കുകയാണ്. അവർക്ക് യാതൊരുവിധ തടസ്സങ്ങളും അതിൽ ഉണ്ടാവില്ല. കൃഷ്ണനെ പറ്റി സുന്ദരമായിരിക്കുന്ന ഒരു കവിതയുണ്ട്. ദേവാരാധകരെല്ലാം തന്നെ മൂഢന്മാരാണെന്നും അവർക്കൊരിക്കലും കൃഷ്ണന്റേതായിരിക്കുന്ന അത്യുക്രോഷ്ടമായിരിക്കുന്ന ഉപഹാരം നേടാനാവില്ലെന്നും പറയുന്നുണ്ട്. ദേവാരാധന നിങ്ങൾ ചെയ്യുമ്പോൾ ആ ദേവന്മാരെല്ലാവരും കൃഷ്ണന്റെ ഭാഗമാണെന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി ചെയ്യുക. അല്ലാതെ അവരാണ് വലുത് എന്നൊരിക്കലും ചിന്തിച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ കൃഷ്ണനിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റില്ല. ആരംഭത്തിൽ ചിലപ്പോ ഒരു ഭക്തൻ വലിയ നിലയിൽ നിന്ന് താഴേക്ക് വീണു പോയേക്കാം, കൃഷ്ണാവബോധത്തിൽ നിന്ന് താഴേക്ക് വീണു പോയേക്കാം. എങ്കിലും ആ നിലയിൽ നിന്നുകൊണ്ട് എല്ലാ തത്വചിന്തകന്മാരെ പോലെയും യോഗികളെക്കാളും ഉത്കൃഷ്ടനായിരിക്കുന്ന വ്യക്തിയാണ് അയാള്. ഏത് വലിയ തത്വചിന്തകനായാലും എത്ര വലിയ യോഗിയാണെങ്കിലും താഴേക്ക് വീണുപോയ ആ ഭക്തൻ ഉയരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം എന്താ? ഒരു കാലത്തിൽ അവൻ കൃഷ്ണന്റെ ആരാധകനായിരുന്നു, കൃഷ്ണനെ സേവിച്ചവനായിരുന്നു. ഇന്ന് സംഭവിച്ച ഈ വീഴ്ചയിൽ നിന്ന് അവൻ വീണ്ടും ഉണരും, കൃഷ്ണനിലേക്ക് ഉയർന്നു വരും. എപ്പോഴും കൃഷ്ണാവബോധത്തിൽ ജീവിക്കുന്ന ഒരാളെ ശരിയായ സാധുവായിട്ട് തന്നെ നമ്മൾ കരുതണം. കൃഷ്ണാവബോധത്തിലാണോ ആ വ്യക്തി ജീവിക്കുന്നത്, ആ വ്യക്തി ശരിയായ സാധു തന്നെയാണ്. ചേരാത്ത പ്രക്രിയകൾ യാദൃശ്ചികമായി അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ആ വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മെല്ലെ മെല്ലെ അത്തരം തെറ്റുകൾ ചുരുങ്ങി വരും. ആ വ്യക്തി കൃഷ്ണാവബോധത്തിൽ ഉയർന്നു വരുന്തോറും അയാൾ ചെയ്യുന്ന തെറ്റുകൾ മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. സംശയമില്ല, ഭക്തൻ തികച്ചും പൂർണ്ണത നേടുകയും ചെയ്യും. ഉറപ്പായിട്ടും ആ വ്യക്തി പരിപൂർണമായ ഒരു അവസ്ഥയിലേക്ക് വരും. വാസ്തവത്തിൽ തികഞ്ഞ ഒരു ഭക്തന് വീഴ്ച പറ്റില്ല, വീഴ്ച അത്ര എളുപ്പം പറ്റില്ല. പക്ഷെ കർമ്മഫലങ്ങൾ കൊണ്ട് ചിലപ്പം തെറ്റുകൾ സംഭവിച്ചേക്കാം. അത് പരിമിതമായിരിക്കുന്ന സമയത്തിൽ നിന്ന് അവർ ഉയർന്നു വരും.
ഭഗവാൻ സ്വയം അവരുടെ ഭക്തന്മാരെ കാണുന്നുണ്ട് അല്ലെ, അദ്ദേഹത്തിന്റെ ഭക്തന്മാരെ ഭഗവാൻ സ്വയം കാണുന്നുണ്ട്. ബുദ്ധിമാനായിരിക്കുന്ന മനുഷ്യൻ നേരെ കൃഷ്ണാവബോധ പ്രകൃതിയിലേക്ക് ഏർപ്പെടുകയാണ് വേണ്ടത് അല്ലെ, കൃഷ്ണാവബോധത്തിലേക്ക് ഉയർന്നു വരണം. അങ്ങനെ ചെയ്താൽ ഈ ഭൗതിക ലോകത്തിലും അയാൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാനും സാധിക്കും. എങ്ങനെയാണ്? ഭഗവാൻ കൂടെ ഉണ്ടെന്ന് മനസ്സിലായാൽ പിന്നെ ദുഃഖങ്ങൾ നമ്മൾ അലട്ടില്ല, ദുഃഖങ്ങളിൽ നമ്മൾ താഴ്ന്നു പോവില്ല. എന്ത് പ്രശ്നത്തിനും ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും എന്ന ഉറച്ച ഭക്തി നമ്മുടെ ഉള്ളിലുണ്ടാവും. അവസാനം കൃഷ്ണന്റെ ഉത്കൃഷ്ടമായിരിക്കുന്ന ആ ലോകത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. രാജവിദ്യ രാജഗുഹ്യയോഗം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 9-ാം അധ്യായത്തിലെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് की जय, गुरु महाराज की जय, राधा पवन परेशन की जय. जय श्री राधे राधे. ओम श्री मात्रे नमः.